ട്രേഡിംഗ് സൈക്കോളജി സീരീസ് എപ്പിസോഡ് 3 നമ്മളുടെ ട്രേഡിംഗ് സൈക്കോളജി സീരീസിൻ്റെ നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് മാസ്റ്ററിംഗ് ദ ഇമോഷണൽ വേവ്സ് ഓഫ് ട്രേഡിംഗ് കോൺക്യൂ ഫിയർ ഗ്രീഡ് ഹോപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പിസോഡ് 1 നമ്മുടെ എന്താണ് ട്രേഡിംഗ് സൈക്കോളജി എങ്ങനെയാണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ എപ്പിസോഡ് 1 ചെയ്തത്. നമ്മൾ എപ്പിസോഡ് 2 എന്താ ചെയ്തത്? ഈ ട്രേഡിംഗ് സൈക്കോളജിയിൽ നമ്മൾ ട്രേഡേഴ്സിന് ഉണ്ടാവുന്ന സജസ് ഒരുപാട് ഇമോഷൻസ്. ഓക്കെ, ആ ഇമോഷൻസിൻ്റെ റോളർ കോസ്റ്ററാണ് നമ്മൾ എപ്പിസോഡ് 2 പറഞ്ഞത്. ഓക്കെ, എപ്പിസോഡ് 2 കഴിയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഈ ഇമോഷണൽ റോളർ കോസ്റ്ററിൽ നമ്മളെ പരിചയപ്പെട്ട പല ഇമോഷൻസിനെയും ആയിരിക്കും നമ്മൾ എപ്പിസോഡ് 3 നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് മാസ്റ്ററിങ് ദ ഇമോഷണൽ വേവ്സ് ഓഫ് ട്രേഡിംഗ് എന്തൊക്കെയാണ്? ഫിയർ, നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിയർ, അതുപോലെ ഗ്രീഡ്, അതുപോലെ ഹോപ്പ്, ഇതിനെല്ലാമാണ് നമ്മൾ ഇന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. വാട്ട് ഈസ് ഇമോഷണൽ വേവ് ഇൻ ട്രേഡിംഗ്, അല്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് ദ ഇമോഷണൽ വേവ്സ് ഇൻ ട്രേഡിംഗ്? ഇമോഷണൽ വേവ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കാം. ദ ഇമോഷണൽ വേവ് ഓഫ് ട്രേഡിംഗ് റെഫേഴ്സ് ടു ദ ഫ്ലക്ച്വേറ്റിംഗ് ഫീലിംഗ്സ് ഓഫ് ട്രേഡേഴ്സ് എക്സ്പീരിയൻസസ് ദ മാർക്കറ്റ് കണ്ടീഷൻ ഷിഫ്റ്റ്. ഓരോ മാർക്കറ്റ് കണ്ടീഷൻസിലും ഓരോ ട്രേഡേഴ്സിൻ്റെ ഫീലിങ്സിൽ വരുന്ന ഒരു ഫ്ലക്ച്വേഷൻ ഇല്ലേ, അതിനെയാണ് നമ്മൾ ഇമോഷണൽ വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇമോഷണൽ ഓഫൺ ഇൻക്ലൂഡ് എക്സൈറ്റ്മെൻറ്റ് ഡ്യൂറിങ് പ്രോഫിറ്റബിൾ ട്രേഡ്സ്. ഓക്കെ, കണ്ടിന്യൂസ്ലി നമുക്ക് പ്രോഫിറ്റബിൾ ട്രേഡ് ആവുന്ന സമയത്ത് എന്താണ് നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് വരും. ഓക്കെ, ഫിയർ ഓഫ് ആങ്സൈറ്റി ഡ്യൂറിങ് ലോസ്. ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ലോസ് ആണ് വരുന്നതെങ്കിൽ എന്താണ് നമുക്കൊരു ഫിയർ ഓർ ആങ്സൈറ്റി, അതുപോലത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് വരും. ഓക്കെ, ആൻഡ് ഫ്രസ്ട്രേഷൻ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് മാർക്കറ്റ് സ്റ്റാഗ്നേഷൻ. സച്ച് ഇമോഷണൽ ഹൈസ് ആൻഡ് ലോസ് could judgment lead to impulsive decision over trading or avoiding opportunities. ഓക്കെ, ഇങ്ങനത്തെ ഇമോഷൻസ് വരുന്ന സമയത്ത് എന്താണ് നമുക്ക് ലീഡിങ് ടു ഇമ്പൾസീവ് ഡിസിഷൻ, നമ്മളെന്താണ് കുറച്ച് കയറി അങ്ങ് ചിന്തിക്കും. അതുപോലെ ഓവർ ട്രേഡ് ചെയ്യാൻ തോന്നും നമുക്ക്. അതേപോലെ അവോയ്ഡിങ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ഫിയർ കാരണം എന്താണ് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ പോലും നമ്മൾ അത് അവോയ്ഡ് ചെയ്യുന്ന ഒരു സെനാരിയോയിലേക്ക് വരെ എത്തും. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് മാനേജിങ് ദീസ് ഇമോഷൻസ് വേവ് ഈസ് ദ കീ ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് അച്ചീവ് ലോങ് ടേം സക്സസ് ഇൻ ട്രേഡിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. കാരണം എന്തിന്, നമ്മളൊരു ലോങ് പെർസ്പെക്റ്റീവിൽ ട്രേഡിങ്ങിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഇതിനെന്താണ് ഇമോഷൻസിനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം. നമുക്കറിയാം നമ്മൾ ഹ്യൂമൻസ് ആണ്, നമുക്ക് ഇമോഷൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാം, മാനേജ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മേജർ ഇമോഷൻസ് ഇൻ ട്രേഡിംഗ്. ഓക്കെ, നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് മേജറായിട്ട് വരുന്ന ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ മേജറായിട്ട് ഒരു 4 ഇമോഷൻസ് എടുത്തിട്ടുണ്ട്. ഗ്രീഡ്, അതുപോലെ ഫിയർ, ഹോപ്പ്, ഡൗട്ട്. നമ്മളുടെ ട്രേഡിംഗ് ഡിസിഷൻസിൻ്റെ നശിപ്പിക്കുന്ന ഒരു 4 ഡേഞ്ചറസ് ഇമോഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ 4 ഇമോഷൻസിൽ ആദ്യത്തെ ഇമോഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇമോഷൻ എന്ന് പറയുന്നത് ഗ്രീഡാണ്. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് ഇമോഷൻ എന്ന് പറയുന്നത് ഗ്രീഡാണ്. ഗ്രീഡ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്താണ്, ആർത്തി. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ആർത്തി? പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. നിങ്ങളിത് വായിച്ചു നോക്കുക. ഇൻ ട്രേഡിംഗ് ഗ്രീഡ് ഈസ് ദ സ്ട്രോങ് ഡിസയർ ഫോർ മോർ പ്രോഫിറ്റ്. ഗ്രീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മോർ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് often leading to traders to hold into a trade longer than they should or take unnecessary risk ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും അതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ ഒരു പൊസിഷനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഈ ഗ്രീഡ് ഇമോഷൻ വരുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ഒരു മേജർ ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക്. ഓക്കെ, ഇറ്റ് മേക്സ് ട്രേഡേഴ്സ് ഇഗ്നോർ ദെയർ സ്ട്രാറ്റജി ഓർ റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, ഈ ഒരു ഗ്രീഡ് എന്ന് പറഞ്ഞ ഒരു വേസ്റ്റ് ഇമോഷൻ നമ്മളുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളൊരു സ്ട്രാറ്റജിയും ഇല്ല, ഒരു റിസ്ക് മാനേജ്മെൻറ്റും ഇല്ലാതെ നമ്മൾ ബ്ലൈൻഡ്ലി എന്ത് ചെയ്യും, പ്രോഫിറ്റിന് പിന്നാലെ പോകും. ഹോപ്പിംഗ് ഫോർ ബിഗർ ഗെയിൻസ്. നമ്മളുടെ ഹോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിഗർ ഗെയിൻസ്. ഓക്കെ, വലിയ പ്രോഫിറ്റ്സ്. ഓക്കെ, വിച്ച് ക്യാൻ സംടൈം റിസൾട്ട്സ് ഇൻ ലോസ് ഇൻസ്റ്റൻറ്റ്. ഓക്കെ, എപ്പോഴും ഈ ഒരു ഗ്രീഡ് ഇമോഷൻ കയറി കഴിഞ്ഞാൽ എപ്പോഴും അതൊരു ലോസിലെ അവസാനിക്കൂ.
ഓക്കെ. ലോസിൽ അവസാനിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രീഡ് ഇമോഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം പ്രോഫിറ്റിലായിരിക്കും, 2 ദിവസം പ്രോഫിറ്റിലായിരിക്കും. പക്ഷേ നമ്മൾ മന്ത്ലി, വീക്ക്ലി, 6 മന്ത്, ആ ഒരു ക്വാർട്ടർലി, ആ ഒരു പീരീഡിൽ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, നമ്മൾ ലോസിലായിരിക്കും നമ്മൾ അവസാനിക്കുന്നത്. ഓക്കെ. ഈ ഒരു ഗ്രീഡ് വരാനുള്ള കാരണം എന്താണ്? ഒരു ഗ്രീഡ് ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്താ? ഡിസയർ ഫോർ ക്യുക്ക് വെൽത്ത്, പെട്ടെന്ന് പെട്ടെന്ന് കാശ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ക്യുക്ക് റിച്ച് സ്കീം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ലേ, അത് വരുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് ഗ്രീഡ് വരുന്നത്. അതുപോലെ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, 1:2 കിട്ടുന്നു, എക്സിറ്റ് ചെയ്യുന്നില്ല. 1:3 കിട്ടുന്നു, എക്സിറ്റ് ചെയ്യുന്നില്ല. 1:4 കിട്ടുന്നുണ്ട്, എക്സിറ്റ് ചെയ്യില്ല. കാരണം എന്താണ്, എത്രത്തോളം മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, പൊസിഷനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓവർ കോൺഫിഡൻസ് ആണ്. അതുപോലെ മാർക്കറ്റ് എക്സൈറ്റ്മെന്റ്, ചില ആളുകൾക്ക് എന്താണ്, മാർക്കറ്റിനെ ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. എക്സൈറ്റ്മെന്റിന്റെ പ്രോഫിറ്റ് കാണുന്നതൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്, അതിലെടുക്കുന്ന ആളുകളുണ്ട്. ചില ആൾക്കാർ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ, ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്താണ്, ഒരു ക്രൗഡിന്റെ കൂടെ പുൾ ചെയ്ത് പോകാനുള്ള ഒരു മെന്റാലിറ്റി എന്താണ്, എനിക്ക് ഈ ഒരു അവസരം നഷ്ടപ്പെടുമെന്ന് വെച്ചിട്ട് എന്താണ്, ആ ഒരു കൺഫർമേഷനും ഒരു കാര്യവും നോക്കാതെ ചാടി കയറുന്ന ആ ഒരു സെനാറിയോ ആണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത്. അത് അടുത്തെന്താണ്, ലാക്ക് ഓഫ് ട്രേഡിംഗ് പ്ലാൻ, ഒരു നല്ലൊരു ട്രേഡിംഗ് പ്ലാൻ ഇല്ലാത്തത്. അതുപോലെ ഇമോഷണൽ അറ്റാച്ച്മെന്റ്. ഓക്കെ, ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഒരു ഗ്രീഡ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്കൊരു റിലേറ്റഡ് എക്സാമ്പിൾസ്, ഒരു ചാർട്ട് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഗ്രീഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഗ്രീഡ് എന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റോക്കിൻ്റെ ചാർട്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സ്പെസിഫൈഡ് സ്റ്റോക്കിൻ്റെ ചാർട്ടാണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ സ്റ്റോക്കിലേക്ക് ആദ്യം ശ്രദ്ധിച്ചു. ഞാൻ എന്താണ്, ടെക്നിക്കൽ അനാലിസിസ് ചെയ്തു, ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തു, സെൻറ്റിമെൻ്റൽ അനാലിസിസ് ചെയ്തു. എല്ലാ കാര്യം ചെയ്തതിന് ശേഷം എന്താണ് എനിക്ക് കിട്ടി, എന്താണ്, ഞാനൊരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ്, ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക്, ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, മുകളിലൊരു ലിക്വിഡിറ്റി ബിൽഡപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് എന്താണ്, എൻ്റെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ഈ ഡിമാൻഡ് ഒബിയിലേക്ക് വന്ന് അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു എൻട്രി എടുക്കും. എൻ്റെ SL എന്ന് പറയുന്നത് എവിടെയാണ്, ഈ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൻ്റെ താഴെ. അതുപോലെ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ മേജർ ആയിട്ടുള്ളൊരു എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഞാൻ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്താണ്, എനിക്ക് അത്യാവശ്യം അറിയാം കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ്, ഞാൻ വെയിറ്റ് ചെയ്തു. പ്രൈസ് നേരെ എൻ്റെ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് വന്നു. അപ്പോൾ എന്താണ്, എൻ്റെ ട്രേഡിംഗ് പ്ലാൻ പ്രകാരം എന്താണ്, എനിക്ക് ഇവിടെ എൻട്രി വരുന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, എൻട്രിയിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ചിലപ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇതിൻ്റെ താഴെ ഇതൊരു കൺഫർമേഷൻ കിട്ടിയ ക്യാൻഡിലെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചു. അതിനുശേഷം എന്താണ്, ഇവിടെ ഒരു എൻട്രി എടുത്തു. എൻ്റെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലാണ് എൻ്റെ ടാർഗറ്റ്. ഓക്കെ, ഞാൻ അങ്ങനെ ടാർഗറ്റും വെച്ചു. അതിനുശേഷം എന്താണ്, ഒബ്വിയസ്ലി 1:2 എന്ന് പറഞ്ഞുള്ള റിസ്ക് റിവാർഡ് എനിക്ക് അച്ചീവായി. ഓക്കെ, ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിൽ ഞാനൊരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. ആ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തി. അതിനുശേഷം എന്താണ്, ഞാനൊരു കൺഫർമേഷൻ നോക്കി. ആ കൺഫർമേഷൻ ക്യാൻഡലിൻ്റെ മുകളിൽ ഞാനൊരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്തു. ആക്ച്വലി ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൻ്റെ താഴെയാണ്. പക്ഷെ എന്താണ്, എനിക്ക് എൻട്രി കിട്ടിയ ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയയിലേക്ക് എൻ്റെ റിസ്ക് അപ്പറ്റൈറ്റ് പ്രകാരം എന്താണ്, എനിക്ക് അത്ര റിസ്ക് വെച്ചാൽ മുതലാകില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ച്. എന്നിരുന്നാലും കുഴപ്പമില്ല, മിറ്റിഗേറ്റ് ചെയ്ത ക്യാൻഡിൽ ഏതാണ്, ഓർഡർ ബ്ലോക്കിന് അല്ലെങ്കിൽ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഒരു സോണിനെ മിറ്റിഗേറ്റ് ചെയ്ത ആ ഒരു ക്യാൻഡിലിൻ്റെ താഴെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത്. അതിനുശേഷം എന്താണ്, ഞാൻ ടാർഗറ്റ് വെച്ചത് നിയറസ്റ്റ് ലിക്വിഡിറ്റി. ഓക്കെ, ഇനി പ്രൈസ് പോകാനുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ് എൻ്റെ ടാർഗറ്റ്. അതിനുശേഷം ഞാൻ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. 1:2 റിസ്ക് റിവാർഡ് ഞാൻ അച്ചീവ് ചെയ്തു. ഓക്കെ, ഞാനിപ്പം ഈ ഒരു പൊസിഷനിൽ ഞാൻ എക്സിറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അതിനുശേഷം എനിക്ക് വന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇമോഷനാണ് റിഗ്രറ്റ്, നിരാശ. എന്തിനാണ് നിരാശ, ഞാൻ എന്തിന് ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്തു എന്നുള്ളൊരു നിരാശ എനിക്ക് വന്നു. കാരണം എന്താണ്, 1:10 കിട്ടണ്ട, നിങ്ങൾ നോക്കൂ, 1:10 കിട്ടണ്ട ആ ഒരു ട്രേഡിനെ ഞാൻ എന്ത് ചെയ്തു, 1:2 നിർത്തി. 1:2 ഞാൻ എക്സിറ്റ് ചെയ്തു. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, ഞാനിത് ജസ്റ്റ് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു 8 hourൻ്റെ പ്രോഫിറ്റ് കൂടി എനിക്ക് കിട്ടുമായിരുന്നു. ആ 8 hourൻ്റെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു.
ഓക്കെ, ഒരു 4 ദിവസം ട്രേഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇമോഷൻസ് എനിക്ക് വരികയാണ്. ഓക്കെ, ഇവിടെ എനിക്ക് വന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡേ എന്താണ് എൻ്റെ മനസ്സിൽ ഇന്നലെ സംഭവിച്ച ആ ഒരു സെനാറിയോ കിടക്കുന്നുണ്ട്. എന്താണ് എൻ്റെ ആ ഒരു റിഗ്രറ്റ്. കാരണം എന്താ, 1:10 എനിക്ക് കിട്ടേണ്ട ആ ഒരു എൻട്രി സെറ്റപ്പ് ഞാൻ എന്ത് ചെയ്തു, 1:2 അങ്ങ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്, നെക്സ്റ്റ് ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇന്നലെ സംഭവിച്ച ആ റിഗ്രറ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, ഇന്നലെ സംഭവിച്ച പോലെ തന്നെ എന്താണ്, നമുക്കൊരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് കിട്ടി, ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, സ്ട്രക്ചർ ബ്രേക്ക് ഷിഫ്റ്റ് കിട്ടി, ഒരു ഡിമാൻഡ് ഒബിയിലേക്ക് വന്നു. ഓക്കെ, എൻ്റെ സെയിം പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, പ്ലാനിൽ മാറ്റമൊന്നുമില്ല. കാരണം എന്താണ്, ഈ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് എത്തിക്കഴിഞ്ഞ് അവിടെ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ വരുമ്പോൾ അവിടെ എൻട്രി, സ്റ്റോപ്പ് ലോസ് എന്താണ് ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൻ്റെ താഴെ. അതുപോലെ പക്ഷേ ടാർഗറ്റ് ഏതായിരിക്കും, ഇന്നലെ എനിക്ക് 1:10 കിട്ടി. അപ്പോൾ ഇന്ന് ഞാൻ അതിൽ നിന്ന് പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, വലിയൊരു ടാർഗറ്റ് വെക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, എനിക്ക് ഇവിടെ ടാർഗറ്റ് വെക്കാം, ഇവിടെ ടാർഗറ്റ് വെക്കാം. പക്ഷെ എന്താണ്, ഞാൻ ഏകദേശം ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ടാർഗറ്റ് ആയിരിക്കും. കാരണം എന്താണ്, എനിക്ക് വലിയ റിസ്ക് റിവാർഡ് വേണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി പ്രൈസ് എവിടെ വന്നു, നമ്മളുടെ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നു. അതിനുശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി. ഞാൻ എൻ്റെ റൂൾസ് പ്രകാരം ഞാൻ എന്താണ് ഇവിടെ എൻട്രി എടുത്തു, ഇതിൻ്റെ താഴെ സെല്ലും പ്രോപ്പറായിട്ട് വെച്ചു. എനിക്ക് എവിടെയൊക്കെ ടാർഗറ്റ് വെക്കാം, ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വെക്കാം, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ വെക്കാം, തേർഡ് ടാർഗറ്റ് ഇവിടെ വെക്കാം, ഫോർത്ത് ടാർഗറ്റ് ഇവിടെ വെക്കാം. ഞാൻ വെച്ചത് 1:2. ഇന്നലത്തെ ആ റിഗ്രറ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. 1:2 എത്രയാണ്, 9 or 1:10 ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എന്താണ്, ഇപ്പോൾ പ്രൈസ് ഒബിനെ മിറ്റിക്കേറ്റ് ചെയ്തു, ഞാൻ എൻട്രി എടുത്തു, SL പ്ലേസ്മെൻ്റ് എല്ലാം കറക്റ്റാക്കി ഞാൻ വെച്ചു. ആക്ച്വലി എന്ത് സംഭവിച്ചു, പ്രൈസ് നമ്മൾ പറഞ്ഞ പോലെ എന്താണ് മേജറായിട്ടുള്ള ആ ഒരു ഏരിയ വരെ എത്തിയിട്ട് പ്രൈസ് തിരിച്ച് താഴേക്ക് പോയി എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചത്, എനിക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ എന്താണ്, ഞാൻ ഇന്നലത്തെ എൻ്റെ ആ റിഗ്രറ്റിൻ്റെ ബേസിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. എനിക്ക് എനിക്ക് ഇനിയും വേണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, 1:10 എന്നുള്ള റിസ്ക് റിവാർഡിന് ഞാൻ എയിം ചെയ്ത സമയത്ത് എന്തായി, ഞാൻ ലോസിലായി. 1:2 അല്ലെങ്കിൽ എന്താണ് എബോവ് 1:2 റിസ്ക് റിവാർഡ് കിട്ടിയ ട്രേഡ് പോലും എനിക്ക് അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ ഞാൻ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തു. ഇന്നലെ എനിക്ക് നടന്ന ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസിൽ ഞാനൊരു ട്രേഡ് എടുത്തു. ഓക്കെ, 1:10 എൻ്റെ റൂൾ പ്രകാരം എന്താണ്, 1:2 1:3 അത് വന്നു കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ചെയ്യണം. ഓക്കെ, എൻ്റെ റിസ്കിന് എത്രയാണോ ഞാൻ ട്രേഡ് എടുക്കുന്നത് അതിൻ്റെ റിവാർഡ് വേണം ഞാൻ എടുക്കാൻ. അതിന് മുകളിലേക്ക് എടുക്കാം. പക്ഷെ എന്താണ്, ഒരു പ്രോപ്പറായിട്ടൊരു ട്രേഡ് പ്ലാൻ പോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നു അതിനെ റിലേറ്റഡ് ചെയ്തിരിക്കണം അയാളുടെ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു 1:2 1:3 ഒക്കെ എടുക്കേണ്ട ഞാൻ എന്ത് ചെയ്തു, ഒരു 1:10 പിറകെ പോയ സമയത്ത് എന്താണ്, എനിക്ക് 1:2 എബോ കിട്ടിയിട്ട് പോലും ഞാൻ എക്സിറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ പൊസിഷൻ ക്ലോസ് ചെയ്യാതെ എന്താണ് പ്രൈസ് താഴേക്ക് വന്നു, സ്റ്റോപ്പ് ലോസ് അടിച്ച് പിന്നെ തിരിച്ച് പ്രൈസ് മുകളിലേക്ക് കയറിപ്പോയി. ഇവിടെ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതിനൊക്കെ കാരണം എന്താണ്, ഗ്രീഡാണ്. നമുക്ക് ആർത്തിയാണ്, അപ്പോൾ എന്താണ്, കഴിഞ്ഞ ഒരു സെഷനിൽ എന്താണ്, എനിക്ക് 1:10 കിട്ടേണ്ട അല്ലെങ്കിൽ 1:10 കിട്ടേണ്ട ഒരു ട്രേഡ് ഞാൻ 1:2 നിർത്തി. ഓക്കെ, എൻ്റെ പ്ലാൻ പ്രകാരം 1:2 നിർത്തേണ്ടത്. പക്ഷെ അതിന് ശേഷം എന്താണ്, 1:10 പോയ സമയത്ത് എനിക്ക് റിഗ്രറ്റ് വന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, എൻ്റെ നെക്സ്റ്റ് ട്രേഡിൽ എന്താണ്, ഞാൻ ആ റിഗ്രറ്റ് ആലോചിച്ചുകൊണ്ട് എന്താണ്, ഞാൻ കുറച്ചുകൂടി ഗ്രീഡി ആയി. ഓക്കെ, എനിക്ക് 1:10 കിട്ടും, ഞാൻ എന്തിനും 1:2 നിർത്തണം, 1:3 നിർത്തണം, 1:4 നിർത്തണം, 1:10. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു 1:10 വെച്ചത് കൊണ്ട് തന്നെ 1:2 എബോ പോയിട്ട് പോലും നമുക്ക് നല്ലൊരു എക്സിറ്റ് പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ട് പോലും നമ്മൾ എക്സിറ്റ് ചെയ്യാതെ നമ്മൾ വെയിറ്റ് ചെയ്തു. എന്തിനാണ്, മോർ പ്രോഫിറ്റ് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. ഒബ്വിയസ്ലി റിസൾട്ട് എന്താണ്, സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഇതാണ് കാരണം. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളുടെ പ്ലാൻ അനുസരിച്ച് എന്താണ് നമ്മൾ ഗ്രീഡി ആവാതെ നിൽക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഗ്രീഡ് ഒഴിവാക്കാൻ, ടു അവോയ്ഡ് ഗ്രീഡ് ഇൻ ട്രേഡിംഗ് യു ക്യാൻ ഫോളോ ദീസ് സ്ട്രാറ്റജീസ്. കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഫസ്റ്റ് ഇതെന്താണ്, റിയലിസ്റ്റിക് ഗോൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബിഫോർ എൻ്ററിങ് എ ട്രേഡ് സെറ്റ് ക്ലിയർ പ്രോഫിറ്റ് ആൻഡ് റിസ്ക് ടാർഗറ്റ്സ്. ഓക്കെ, ഒരു ട്രേഡിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ
ഓക്കെ, എൻട്രി ചെയ്യുന്നതിന് മുന്നേ എന്താണ് അവിടെ എന്താണ് ഒരു നമ്മൾ ഒരു ക്ലിയർ സെറ്റ് ചെയ്തിരിക്കണം. പ്രോഫിറ്റും റിസ്ക് ടാർഗറ്റ്സും നമ്മൾ ചെയ്തിരിക്കണം. സ്റ്റിക്ക് ദം ഇൻസ്റ്റെൻഡ് ഓഫ് ട്രൈയിങ് മാക്സിമൈറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഒരു മാക്സിമൈ പ്രോഫിറ്റ് ചെയ്യുന്നതിന് പകരം എന്താണ് നമ്മളെന്താണ് ഒരു 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 എന്താണ് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു റിസ്ക് ആണെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ടാർഗറ്റ്. ഓക്കെ, അതാണ് ഇവിടെ സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം എന്താണ് യൂസ് എ ട്രേഡിംഗ് പ്ലാൻ. ഒരു ട്രേഡിംഗ് പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. അത് എന്ത് പ്ലാനും ആയിക്കോട്ടെ. അതിൽ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഡിഫൈൻ എൻട്രി വേണം, അതുപോലെ ഒരു എൻട്രി പോയിന്റ് വേണം, അതുപോലെ ഒരു സ്റ്റോപ്പ് ലോസ് ലെവൽ വേണം, സ്റ്റോപ്പ് ലോസ് ലെവൽസ് വേണം, അതുപോലെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് വേണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഫോളോ ദ പ്ലാൻ സ്ട്രിക്ട്ലി. ആ പ്ലാന് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഒബേ ചെയ്യുക കൂടി വേണം. അല്ലെങ്കിൽ എന്താണ് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പാലിക്കുക തന്നെ വേണം. അതിനുശേഷം എന്താണ് ടേക്ക് റെഗുലർ പ്രോഫിറ്റ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് യു ഹിറ്റ് യുവർ പ്രോഫിറ്റ് ടാർഗറ്റ്, എക്സിറ്റ് ദ ട്രേഡ്, അവോയ്ഡ് ഓൺ ട്രേഡ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് യു വാണ്ട് മോർ. ഓക്കെ, എന്താണ് ജസ്റ്റ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ കഴിഞ്ഞു. ജസ്റ്റ് നിങ്ങളുടെ പ്രോഫിറ്റ് ഹിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ എക്സിറ്റ് ദ ട്രേഡ് മതി, അത്ര മതി. ഓക്കെ, റെഗുലറായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. അതായത് എന്താണ് ബിഗ് വിൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവിൻ്റെ കൂടെ പോവാതിരിക്കുക. അതേപോലെ തന്നെ ഫോക്കസ് ഓൺ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ എന്താണ് ഒരു ദിവസം വലിയ പ്രോഫിറ്റ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രോഫിറ്റിനെ പിന്നാലെ പോകുന്നതിന് പകരം എന്താണ് കൺസിസ്റ്റൻസി എന്ന് വെച്ച് സിമ്പിൾ എന്തായി പറയുന്നതാണെന്ന്, എയിം ഫോർ കൺസിസ്റ്റൻറ്റ് സ്മോളർ പ്രോഫിറ്റ് റാദർ ദാൻ ടേക്കിംഗ് എക്സസീവ് റിസ്ക് ഫോർ ലാർജ് വിന്നിൽ. വലിയ പ്രോഫിറ്റ്സിന് വേണ്ടി ലാർജ് റിസ്ക് എടുത്ത് ആ ഒരു ബാരിയർ നഷ്ടപ്പെടുത്തുന്നതിന് പകരം എന്താണ് ചെറിയ എന്താണ് ഫോക്കസ് ഓൺ കൺസിസ്റ്റൻസി, സ്മോൾ പ്രോഫിറ്റ്സ്, ചെറിയ പ്രോഫിറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഒന്ന് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തെന്താ ഇമോഷണൽ കൺട്രോൾ. ആ ഒരു ഇമോഷൻസിനെ എന്താണ് കൺട്രോൾ ചെയ്യാൻ നോക്കുക. അതുപോലെ ലിമിറ്റ് എക്സ്പോഷർ എന്ന് വെച്ചാൽ എന്താണ് ലിമിറ്റ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഡോണ്ട് റിസ്ക് മോർ ദാൻ എ സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് യുവർ ക്യാപിറ്റൽ ഓൺ ദ സിംഗിൾ ട്രേഡ്. ഒരു സിംഗിൾ ട്രേഡിന് നമ്മളുടെ ക്യാപിറ്റലിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് മീൻസ് എന്താണ് ഒരു 1%, 2%. അതിന് മുകളിലേക്ക് ഒരു കാരണവശാലും റിസ്ക് എടുക്കരുത്. എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളുടെ ക്യാപിറ്റൽ ഒരു 50,000 രൂപയാണെങ്കിൽ അതിനെ 1% എന്ന് പറയുന്നത് എന്താണ് 500 രൂപ, 2% എന്ന് പറയുന്നത് എന്താണ് 1000 രൂപ. ഒരു 50,000 രൂപ വെച്ച് ക്യാപിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപയുടെ മുകളിലേക്ക് ഒരു കാരണവശാലും ട്രേഡ് എടുക്കരുത്. കാരണം എന്താണ് നമ്മളുടെ റിസ്ക് ടോളറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ക്യാപിറ്റലിൻ്റെ നമ്മളുടെ ഡിസയർ ക്യാപിറ്റലിൻ്റെ ഒരു 1:1 അല്ലെങ്കിൽ 2%, മാക്സിമം പോയാൽ 2%, അതിന് മുകളിലേക്ക് കൂടരുത്. ഓക്കെ, അതാണ് ലിമിറ്റ് എക്സ്പോഷർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ലേൺ ടു അക്സെപ്റ്റ് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് അത് അക്സെപ്റ്റ് ചെയ്യുക. കാരണം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. ഓക്കെ, അതുപോലെ തന്നെ കീപ്പ് എ ജേണൽ. ഓക്കെ, നമ്മളുടെ റിസൾട്ട് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ എന്താണ് ഇതൊക്കെ എന്താ ഒരു ജേണലായി ചെയ്ത് നോക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മളുടെ ട്രേഡിംഗ് ഡിസിഷനെ ഒക്കെ നമ്മൾ കൊല്ലുന്ന മേജറായിട്ടുള്ള ഒരു ഒരു ഇമോഷനാണ് ഗ്രീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രീഡ് വരാനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് ഡിസയർ ഫോർ ക്വിക്ക് വെൽത്ത്, ഒരു ക്വിക്ക് വെൽത്തിന് വേണ്ടിയിട്ട്. അതേപോലെ ഓവർ കോൺഫിഡൻസ്, മാർക്കറ്റ് എക്സൈറ്റ്മെൻറ്റ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. എനിക്ക് ആ ഒരു ചാൻസ് മിസ്സായി പോകുമെന്ന് വെച്ചിട്ട് നമ്മൾ ആ ഒരു കൺഫർമേഷനും ഒരു അനാലിസും ചെയ്യാതെ ചാടി കയറി ചെയ്യുന്നതിനാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതുപോലെ ലാക്ക് ഓഫ് ട്രേഡിംഗ് പ്ലാൻ. അതുപോലെ എന്താണ് ട്രേഡിംഗ് പ്ലാൻ ഉള്ളവർക്കും ട്രേഡിംഗ് പ്ലാൻ ഇല്ലാത്തവർക്കും ഈ ഗ്രീഡ് വരും. ട്രേഡിംഗ് പ്ലാൻ ഉള്ളവർക്ക് ഈ ഒരു ഗ്രീഡ് വരാൻ കാരണം എന്താണ് അവർക്ക് പ്ലാൻ ഉണ്ട്, പക്ഷെ എന്താണ് അവർക്ക് ആ പ്ലാനിൽ സ്റ്റിക്ക് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഇമോഷനായിട്ടുള്ള ഗ്രീഡ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇമോഷനായിട്ടുള്ള ഫിയറിനെ കുറിച്ച് നോക്കാം. നെക്സ്റ്റ് നമ്മളുടെ ട്രേഡിംഗ് ഡിസിഷനെ അപ്പാടെ നശിപ്പിക്കുന്ന ഒരു രണ്ടാമത്തെ ഇമോഷനാണ് ഫിയർ എന്ന് പറയുന്നത്. ഫിയർ ഈസ് എൻ ഇമോഷണൽ റെസ്പോൺസ് ടു ദ പൊട്ടൻഷ്യൽ ലോസ് ഓഫ് മണി ഓർ മിസ്സിങ് ഔട്ട് ഓഫ് എ പ്രോഫിറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, നമുക്ക് കാശ് നഷ്ടപ്പെടുമോ നമ്മളുടെ ഉള്ളിലുള്ളൊരു ഭയം. ഇതാണ് ഫിയർ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഫിയർ. ഫിയർ ഒരു 4 തരത്തിൽ ഫിയർ ഉണ്ട്. ഫിയർ ഓഫ് ലോസ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫിയർ ഓഫ് ബീയിങ് റോങ്, ഫിയർ ഓഫ് ഗിവിങ് ബാക്ക് പ്രോഫിറ്റ്. ഓക്കെ, ഞാനത് ജസ്റ്റ് ഹെഡ്ലൈൻ വായിച്ചു പോവുകയാണ്. ഓക്കെ, ഫിയർ ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ലോസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന്. ഓക്കെ, നമുക്ക് കാശ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു മെയിൻ ഭയം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു വാലിഡ് ആയിട്ടുള്ളൊരു ട്രേഡ് സെറ്റപ്പിലേക്ക് നമ്മൾ കയറിയാൽ പോലും അതിനെ മാക്സിമൈസ് ചെയ്യാതെ കിട്ടിയ പ്രോഫിറ്റുമായിട്ട് നമ്മൾ വിടും. ഇതാണ് ഫിയർ ഓഫ് ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ മേജറായിട്ട് ഇതുപോലത്തെ ഒരു ഫാസ്റ്റ് മൂവിങ് മാർക്കറ്റ്സിലാണ് ഇതുപോലെ കാണുന്നത്. നമ്മൾ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവരെന്താ ചെയ്യുക, അവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്കോ ഒരു റെസിസ്റ്റൻസ് ചെയ്ത് ബ്രേക്ക് മുകളിലേക്കോ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും,
അതിനെ എന്താണ് ആ ഒരു ഇമ്പൾസീവ് മൂവിനെ ക്യാച്ച് ചെയ്യും. എന്താണ് അവിടെ പ്രോപ്പർ ആയിട്ടുള്ളൊരു അനാലിസിസോ ഒരു കൺഫർമേഷനോ ഒരു റിസ്ക് മാനേജ്മെൻറ്റോ ഒന്നും നോക്കാതെ ആ ഒരു ഫാസ്റ്റ് മൂവിങ് മാർക്കറ്റിലേക്ക് ജമ്പ് ചെയ്യും. കാരണം എന്താണ്, ആ മൂവിൻ്റെ കൂടെ ഞാൻ ഇപ്പം കയറിയില്ലെങ്കിൽ പിന്നെ അത് എന്നെ കൂട്ടാൻ താഴേക്ക് വരില്ല. അത് ആ ഒരു റാലിയും കൊണ്ട് മുകളിലേക്ക് പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ റൈറ്റ് ആയിട്ട് ഇപ്പം തന്നെ കയറണം. ഓക്കെ, എന്താണ് ആ ഒരു എൻട്രി എനിക്ക് മിസ്സാവാൻ പറ്റില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും, ചാടി അതിൽ കയറും. ഓക്കെ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ഫിയർ ഓഫ് ബീയിങ് റോങ്. എൻ്റെ കയ്യിൽ നിന്ന് റോങ് ആയി പോവുമോ, ഞാൻ അനാലിസിസ് ചെയ്തത് തെറ്റുമോ, അങ്ങനെയുള്ളൊരു ഭയം, ഫിയർ ഓഫ് ബീയിങ് റോങ്. നെക്സ്റ്റ് എന്താണ്, ഫിയർ ഓഫ് ഗിവിങ് ബാക്ക് പ്രോഫിറ്റ്. മേജറായിട്ട് വരുന്നതാണ്. കാരണം എന്താണ്, നമ്മളിപ്പോൾ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തു, ഒരു 1:3, 1:2, 1:3 എന്ന് പറഞ്ഞ ഒരു റിസ്ക് റിവാർഡ് വെച്ചൊരു ട്രേഡിലേക്ക് വന്നു. ഒരു 1:1 എത്തുന്ന സമയത്ത് എന്താണ്, അപ്പോൾ നമ്മളുടെ ട്രേഡിംഗ് ടെർമിനലിൽ നമുക്ക് ഒരു 1000 രൂപ 2000 രൂപ കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യും, പല ആളുകളും എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് എടുത്ത് എന്ത് ചെയ്യും, ബ്രേക്ക് ഇവനിലേക്ക് കൊണ്ടുപോയി വെക്കും. അതിനുശേഷം എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കും. എന്താണ്, ഇനി ആ പ്രോഫിറ്റ് ഞാൻ മാർക്കറ്റിന് തിരിച്ചു കൊടുക്കൂല. ആ പ്രോഫിറ്റ് എനിക്കുള്ള പ്രോഫിറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 1:2 അല്ലെങ്കിൽ 1:3 കിട്ടേണ്ടത് നമ്മൾ എന്ത് ചെയ്യും, 1:1 അല്ലെങ്കിൽ ബ്രേക്ക് ഈവനിലൊക്കെ ആയിട്ട് അവസാനിപ്പിക്കും. ചിലപ്പോൾ ലോസും ആവാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഫിയർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ട്രേഡിംഗ് ഡിസിഷനെ നശിപ്പിക്കുന്ന ഒരു മേജറായിട്ടുള്ള ഒരു ഇമോഷനാണ് ഈ ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ചാർട്ട് എക്സാമ്പിൾസ് കൂടി നോക്കാം. നമ്മൾ ഗ്രീഡിൽ എന്താ പറഞ്ഞത് അതുപോലെ ചാർട്ട് എക്സാമ്പിൾ വൈസ് നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതും ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടാണെന്ന് വിചാരിക്കുക. ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടാണെന്ന് വിചാരിക്കുക. ഇവിടെ ഞങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഞാൻ ടെക്നിക്കലി അനാലിസിസ് ചെയ്തു, ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തു, സെൻറ്റിമെൻ്റൽ അനാലിസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, ഞാനെന്താണ് എൻ്റെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്ന ഒരു സെനാരിയോയിലേക്ക് എത്തി. സ്ട്രാറ്റജി ഐഡൻറ്റിഫൈ ചെയ്യുന്ന സെനാരിയോ എന്ന് പറയുമ്പോൾ എന്താണ്, എനിക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടി. ഇനി എൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് എന്താണ്, എനിക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടി. ആ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലായിരിക്കും എൻ്റെ എൻട്രി, അതിൻ്റെ താഴെ ആയിരിക്കും എൻ്റെ SL. ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, ഇതായിരിക്കും എൻ്റെ TP അല്ലേ, ഇതാണ് എൻ്റെ TP. ഓക്കെ, അപ്പോൾ എന്താണ്, പ്രൈസ് താഴേക്ക് വന്നിട്ട് എന്ത് ചെയ്തു, പ്രൈസ് താഴേക്ക് വന്നിട്ട് എൻ്റെ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വന്നു, ക്ലോസ് ചെയ്തു. ഞാൻ എന്താണ്, എൻട്രി ആയി. ഞാൻ കുറച്ച് അഗ്രസീവായിട്ടാണ് എൻട്രി എടുത്തത്. ഓക്കെ, എന്താണ്, ഞാൻ എന്താ ചെയ്തു, ഇവിടെ എനിക്ക് എൻട്രി വന്നു, ഞാനിവിടെ സെല്ല് വെച്ചു. എന്താണ്, ഇവിടെ ഒരു ടാർഗറ്റ് വെച്ചു. ഓക്കെ, അതിനുശേഷം എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി. പക്ഷെ എന്താണ്, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൂവ്, താഴേക്ക് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൂവ്, പെട്ടെന്ന് തന്നെ എന്താണ്, എനിക്കൊരു ഫിയർ വരാൻ തുടങ്ങി. പെട്ടെന്ന് എനിക്കൊരു ഫിയർ വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെ എക്സിറ്റ് ചെയ്തു. ഒരു 1:3 കിട്ടേണ്ട, നിങ്ങൾ നോക്കുക, ഒരു 1:3 ആണ് എനിക്ക് ആക്ച്വലി കിട്ടേണ്ട പ്രോഫിറ്റ് പറയുന്നത്. പക്ഷെ എന്താണ്, ഞാൻ ഞാനിവിടെ എൻട്രി എടുത്തു, ഞാനിവിടെ സെല്ല് വെച്ചു. ഓക്കെ, ഞാനെന്തത്, പ്രൈസ് തിരിച്ച് മുകളിലേക്ക് പോയി. പക്ഷെ സഡൻ ആയിട്ടൊരു മൂവ് താഴേക്ക് വന്ന സമയത്ത് എന്താണ്, ഞാൻ എക്സിറ്റ് ചെയ്തു. ഞാൻ 1:1 ഞാൻ എക്സിറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ 1:1 എക്സിറ്റ് ചെയ്തു. ഇപ്പോൾ ആക്ച്വലി എന്ത് സംഭവിച്ചു, വന്നതിന് ശേഷം പ്രൈസ് താഴേക്കൊന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇതാണ് ഫിയർ ഓഫ് ലോസ് ഓഫ് മണി എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ലോസിങ്ങിൻ്റെ ഫസ്റ്റ് പറഞ്ഞ ഫിയർ ഓഫ് ലോസ് ഓഫ് മണി എന്ന് പറയുന്നത്. ഞാൻ 1:3 ആണ് ഞാൻ ആക്ച്വലി റിസ്ക് റിവാർഡ് വെച്ചത്. ഓക്കെ, അവിടെ നിന്ന് എൻട്രി കിട്ടി കഴിഞ്ഞതിന് ശേഷം പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോയി ചെറിയൊരു കറക്ഷൻ വന്ന സമയത്ത് തന്നെ എനിക്കൊരു ഫിയർ വന്നു. ഓക്കെ, എനിക്ക് ഇപ്പം കിട്ടിയ ആ ഒരു പ്രോഫിറ്റ് നഷ്ടപ്പെടുമോ, ഞാൻ എന്ത് ചെയ്തു, ആ ഒരു മൂവ്മെൻറ്റിൽ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തു. ഒരു 1:1 ഞാൻ എക്സിറ്റ് ചെയ്തു. പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് തിരിച്ചങ്ങ് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ അങ്ങ് തിരിച്ച് കയറിപ്പോയി. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, നെക്സ്റ്റ് ഇതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതും അതുപോലെ തന്നെ ഒരു സെനാരിയോ നമുക്ക് നോക്കാം. ഒരു സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ടാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ടെക്നിക്കൽ അനാലിസിസ് ചെയ്തു, ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തു, സെൻറ്റിമെൻ്റൽ അനാലിസിസ് ചെയ്തിട്ട് ഞാൻ അവസാനം മനസ്സിലാക്കി എന്താണ്, ഇത് ഞാൻ ഒരു ICT ബേസിലല്ല പറയുന്നത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, ഇതൊരു സപ്പോർട്ട് ലൈനാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ്, ബ്രേക്ക് ട്രേഡർ. ഞാനൊരു ബ്രേക്ക് ട്രേഡർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനൊരു ബ്രേക്ക് ട്രേഡറാണ്. ഞാൻ എന്ത് ചെയ്യണം, എന്നെ പഠിപ്പിച്ചു വെച്ചാൽ എന്താണ്, സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബോഡി ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എൻട്രി എടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, SL പ്ലേസ്മെൻറ്റ്. ഇവിടെ ഈ ഒരു ബ്രേക്ക് ട്രേഡിങ്ങിൽ എന്താണ്, ഞാൻ ഇവിടെ ക്യാൻഡിൽ ക്ലോസ് വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ എൻട്രി എടുത്തു. ഇവിടെ XL വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 2 ഏരിയ ഉണ്ട്. ഒന്ന് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ എന്താ ചെയ്യാം, ഇവിടെ പ്രൊട്ടക്റ്റീവായിട്ട് ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇതിൻ്റെ മുകളിൽ വെക്കാം. ഓക്കെ, 2 സെനാരിയോ ആണ്, 1, 2. എവിടെയാണ്, ഇൻ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് 2 സ്ഥലത്ത് SL പ്ലേസ്മെൻറ്റ് വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത സമയത്ത് എനിക്കൊരു എൻട്രി വന്നു. ഞാൻ എന്ത് ചെയ്തു, ആ ക്യാൻഡിൽ ക്ലോസിൽ എൻട്രി വെച്ചു. അതിനുശേഷം SL ഞാൻ എവിടെയാണ് വെച്ചത്,
എസ് എൽ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഒന്ന് താഴേക്ക് വന്ന് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം എന്ത് താഴേക്ക് പോയി. ഇതാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത്. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഒരു ഒരു ഫാസ്റ്റ് മൂവിങ് മാർക്കറ്റിൽ നമുക്കൊരു ഒരു 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 സെർട്ടൺ പീരീഡിൽ ഒരു ബ്രേക്കൗട്ടോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്താണ്, അതിനൊരു കൺഫോർമേഷനും ഒന്നും നോക്കാതെ, ഒരു അനാലിസിസും കൺഫോർമേഷനും ഒന്നും നോക്കാതെ എന്ത് ചെയ്യും, ചാടി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ക്യാൻഡിൽ ക്ലോസിലോ അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ്റെ ടൈമിലോ നമ്മൾ ചാടി എൻട്രി ചെയ്യും. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, ഒരു എക്സ് എൽ പ്ലേസ്മെൻറ്റ് ആക്ച്വലി ഒരു നല്ലൊരു എക്സ് എൽ പ്ലേസ്മെൻറ്റ് പോലും ഇല്ല. അവിടെയാണ് നമ്മൾ ചാടി കയറി ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ രണ്ടാമത് പഠിച്ച ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞ ഫിയറിൻ്റെ ടൈപ്പ് നമ്പർ 2. ഇപ്പം നെക്സ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതുപോലെ തന്നെ എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഓക്കെ, ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വന്നു. ഞാൻ എന്താണ്, പ്രൈസ് അവിടെ ആ ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു. ക്യാൻഡിൽ ക്ലോസ് വെച്ച സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു എൻട്രി എടുത്തു, അതിന് താഴെ ഒരു എസ് എൽ വെച്ചു. ഞാൻ എന്താണ്, ഇവിടെ ഒരു ടി പി വെച്ചു. ഓക്കെ, ഇവിടെ ഒരു ടി പി വെച്ചു. അതിനുശേഷം എന്താണ്, പ്രൈസ് തിരിച്ച് മുകളിലേക്ക് പോയി ഒരു 1:1 എത്തിയ സമയത്ത് പല ആളുകൾക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, പല ആളുകളും ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, എന്താണ്, ഞാൻ നല്ലൊരു ട്രേഡ് എടുത്തു, 1:1 എത്തിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ എസ് എൽ മോഡിഫൈഡ് ടു ബ്രേക്ക് ഈവൻ എന്ത് ചെയ്തു, എൻ്റെ എസ് എൽ എന്ത് ചെയ്തു, ഞാൻ എവിടെയാണോ എൻട്രി എടുത്തത്, ഓക്കെ, ഞാൻ എവിടെയാണോ എൻട്രി എടുത്തത് ആ എടുത്ത സ്ഥലത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ എസ് എൽ മോഡിഫൈ ചെയ്തു, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറ്റി. ഇനി എനിക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. പല ആളുകൾക്കും വരുന്ന തെറ്റായ ഒരു തീരുമാനമാണിത്. ഒരു 1:2 അല്ലെങ്കിൽ ഒരു 1:3 കിട്ടുന്ന ട്രേഡ് ഒരു 1:1 അല്ലെങ്കിൽ 1:0.5 ഒക്കെ എത്തുന്ന സമയത്ത് ബ്രേക്ക് ഈവനിലേക്ക് കയറ്റി വെക്കും. ഓക്കെ, ആക്ച്വലി എന്ത് സംഭവിച്ചു, പ്രൈസ് തിരിച്ച് താഴേക്ക് വന്നിട്ട് എന്താണ്, നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചത് അവിടെ കയറ്റി വെച്ച് അവിടെ നിന്ന് തിരിച്ച് പ്രൈസ് മുകളിലേക്ക് പോയി. ഇവിടെ നമ്മൾ ആക്ച്വലി എന്താണ്, ഒരു 1:3 എടുക്കേണ്ട ആ ഒരു ട്രേഡ് നമ്മൾ 1:1 ചെയ്ത സമയത്ത് നമ്മളുടെ ഇടത്ത് വന്നൊരു ചെറിയ മിസ്റ്റേക്ക് പ്രകാരം എന്ത് ചെയ്തു, നമുക്ക് ആ 1:1 പോലും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആയി കാര്യം. ഇതാണ് ഫിയർ ഓഫ് ഗിവിങ് ബാക്ക് പ്രോഫിറ്റ്. നമുക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയ സമയത്ത് എന്താണ്, പ്രോഫിറ്റ് ഉണ്ടാക്കിയ സമയത്ത് ആ പ്രോഫിറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാണിച്ച ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മളെ ലോസിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ആക്ച്വലി എന്താണ്, ഇവിടെ 1:3 കിട്ടേണ്ട ഒരു പ്രോഫിറ്റിനെ നമ്മളൊരു 1:2 കിട്ടിയിട്ട് നമ്മൾ ബ്രേക്ക് ഇവനിലേക്ക് ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്താണ്, ഒരു 1:3 കിട്ടിയ സമയത്ത് എന്ത് ചെയ്യുക, നമുക്കെന്താണ് ബ്രേക്ക് ഇവനിലേക്ക് കയറ്റിയിട്ട് അതിനെ ഹോൾഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോഫിറ്റ് വിട്ടുകൊടുക്കാനുള്ള ഒരു ഭയം കാരണം എന്താണ്, ലോസിലാണ് അവസാനിച്ചത്. ഇവിടെ ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമ്മൾ വെച്ച കറക്റ്റ് ടാർഗറ്റ് വരെ പ്രൈസ് പോയിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു കുറച്ച് നേരത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അതിന് കാരണമായത്. ഓക്കെ, ഇനി നിങ്ങൾ ഇത് എഴുതിയെന്ന് വായിച്ചു നോക്കുക. ഫിയർ മേ കോസ് യു ടേക്ക് ക്വിക്ക് പ്രോഫിറ്റ്. ഫിയർ വരുന്ന സമയത്ത് എന്താണ്, നമ്മൾ കിട്ടിയ പ്രോഫിറ്റ് ക്വിക്കായിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ നമ്മളുടെ ഉള്ളിലുണ്ടാവും. ഓക്കെ, നിങ്ങൾ നോക്കുക, ബൈ ടേക്കിംഗ് സ്മോൾ പ്രോഫിറ്റ്സ് ദാറ്റ് ഈസ് 1 hour 0.5 hour ആൻഡ് നോട്ട് അലൗവിങ് വിന്നിങ് ട്രേഡ് ടു അച്ചീവ് ദയർ ഫുള്ളസ്റ്റ് പൊട്ടൻഷ്യൽ. ഓക്കെ, ദാറ്റ് ഈസ് 2 hour 3 hour എന്ന് വെച്ചാൽ എന്താണ്, ഒരു 2 hour 3 hour 4 hour ഒക്കെ കിട്ടേണ്ട ഒരു ട്രേഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു 1 hourലോ 0.5 hourലോ ഒക്കെ ആയിട്ട് ഒരു സ്മോൾ പ്രോഫിറ്റ് കാണുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ യുവർ സിസ്റ്റം മേ നോട്ട് ലോങ് ഹാവ് എ പോസിറ്റീവ് എക്സ്പെക്റ്റൻസി. നമ്മളുടെ ആ ഒരു എന്താണ്, സിസ്റ്റത്തിന് ഒരു പോസിറ്റീവ് എക്സ്പെക്റ്റൻസി ഉണ്ടാവില്ല. ഓക്കെ, യുവർ പ്രോഫിറ്റ് ഓൺ വിൻസ് മേക്സ് നോട്ട് ബി ഏബിൾ ടു കവർ യുവർ ലോസ് ഓൺ ലൂസിങ് ട്രേഡ്സ്. ഓക്കെ, ഇപ്പം എന്താണ്, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അത് എന്താണ്, ലോസിനെ കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താ, ഇവിടെ ഞാനൊരു 9 ട്രേഡ്സ് എടുത്തു. ഫസ്റ്റ് വിന്നാണ്, സെക്കൻഡ് വിന്നാണ്, തേർഡ് വിന്നാണ്, ഫോർത്ത് വിന്നാണ്, ഫിഫ്ത്ത് വിന്നാണ്, സിക്സ്ത് വിന്നാണ്. ഓക്കെ, ഇവിടെ എന്താണ് 7 മുതൽ എന്താണ് 7, 8, 9 ഇവിടെ എന്താണ്, ഇത് ലോസുമാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് 6 വിന്നും 3 ലോസുമാണ്. ഇത് ഈ ഒരു രീതിയിൽ കാണുന്ന സമയത്ത് എന്താണ്, ഓക്കെ 9 ട്രേഡ് എടുത്തതിൽ 6 എണ്ണം പ്രോഫിറ്റും 3 എണ്ണം ലോസും അല്ലേ. പക്ഷെ എന്താണ്, ഈവൻ വിത്ത് മോർ വിൻ ദാൻ ലോസ് യു സ്റ്റിൽ എൻഡ് വിത്ത് എ നെഗറ്റീവ് എക്സ്പെക്റ്റൻസി. ഇവിടെ നെഗറ്റീവ് എക്സ്പെക്റ്റൻസിയിൽ നമ്മൾ ലോസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ, നിങ്ങൾ വിൻ ചെയ്ത സമയത്ത് 1 hour 0.5 hour
0.5 ആർ, 0.5 ആർ, 0.3 ആർ, 0.2 ആർ. ഓക്കെ, ഇപ്പം നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ 1 ആർ, 2 ആർ, 3 ആർ, ടോട്ടലി 3 ആറേ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ലോസ് വരുന്ന വിധം 1 ആർ, 2 ആർ, 3 ആർ, 3 ആർ. നിങ്ങൾ എത്രയാണോ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് അത്ര തന്നെ നിങ്ങൾ ലോസും വരുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആവറേജ് വിന്നിങ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ലൂസിങ്ങിന് സമമാണ്. ആക്ച്വലി എന്താ സംഭവിക്കേണ്ടത്? നമ്മളുടെ ആവറേജ് വിന്നിങ് എന്ന് പറയുന്നത് ആവറേജ് ലൂസിങ്ങിനേക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ, നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് മാക്സിമം പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ 1:2 ആണോ 1:3 ആണോ അതെടുക്കുക. ലോസ് ആവുന്ന സമയത്ത് എന്താണ്, നമ്മളുടെ ഫിക്സഡ് ആയിട്ടുള്ള ലോസ് വരിക. ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ 2 ആർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റിലാവുമായിരുന്നു. നമ്മൾ 1:2 ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഫസ്റ്റത്തെ 6 ട്രേഡിൽ നമുക്ക് എന്താണ് 2 ആർ 2 ആർ 2 ആർ കിട്ടണ്ടായിരിക്കും ചിലപ്പോൾ. ലോസ് എപ്പോഴും റിമെയിൻസ്. ലോസ് വരുന്ന സമയത്ത് 1 ആർ തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം എന്താണ് നമ്മുടെ ആവറേജ് വിന്നിങ് എന്ന് പറയുന്നത് ആവറേജ് ലൂസിങ്ങിനേക്കാൾ കുറവാണ്. അപ്പോൾ എന്താണ്, നമ്മൾ എത്രത്തോളം ട്രേഡ് എടുത്തു കഴിഞ്ഞാലും എന്താണ് നമ്മളുടെ വിന്നിങ് ട്രേഡ് നമ്മുടെ ലൂസിങ് ട്രേഡിനെ കവർ ചെയ്യാൻ പറ്റാത്തയോ. ഇവിടെ ഇപ്പോൾ 3 ആർ ആണ് വന്നത്. 3 ആർ പറയുമ്പോൾ 0. ഇപ്പോൾ നിങ്ങൾ ബ്രോക്കറേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ലോസിലാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കുക, ലോസിലാണ്. പല ആളുകളും അങ്ങനെയാണ്. പല ആളുകളും ചെറിയ ചെറിയ പ്രോഫിറ്റ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, ചെറിയ പ്രോഫിറ്റ് ഇപ്പോൾ 1:1 ഒരു 500 രൂപ റിസ്ക് വെച്ചാണെങ്കിൽ മിനിമം നമ്മൾ എന്ത് ചെയ്യണം, ഒരു 500 രൂപ റിസ്ക് വെച്ച ഒരാളാണെങ്കിൽ 1000 രൂപ എടുക്കണം. എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പരിപാടി നിർത്തി വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവുക. 500 രൂപ റിസ്ക് വെച്ചാൽ 1000 രൂപ എടുക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ 1200 എടുക്കാൻ പഠിക്കണം. അങ്ങനെ ചെറിയ ചെറിയ സ്മോൾ എന്താണ് സ്റ്റെപ്സ് വെച്ചിട്ട് റിസ്ക് റിവാർഡ് കൂട്ടിക്കൊണ്ടുവരിക. അല്ലാതെ 500 രൂപ വെച്ചിട്ട് 500 രൂപ എടുക്കുന്ന ആൾ അത് ഒരു ബിസിനസ് അല്ല. അതൊരു ബിസിനസ് അല്ല. അത് നിങ്ങൾക്ക് 500 കിട്ടും 500 കിട്ടും. ഓക്കെ, പക്ഷേ ലോങ് ടൈം ഫ്രെയിമിൽ നിങ്ങൾ ലോസിലായിരിക്കും. അത് കണ്ണും പൂട്ടി ബ്ലൈൻഡായിട്ട് എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾ ലോസിലായിരിക്കും. ചില ആളുകൾ 500 വെച്ചിട്ട് 600 എടുക്കും, 700 എടുക്കും, 750 എടുക്കും, എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യും. 500 എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, റിസ്ക് 500 വെച്ച് കഴിഞ്ഞാൽ 1000 മിനിമം എടുക്കണം. ഓക്കെ, നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റീൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ എത്രയാണോ റിസ്ക് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയെങ്കിലും നമ്മൾ റിവാർഡ് എടുക്കണം. എന്നിരുന്നാലേ ലോങ് റണ്ണിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആവൂ. അല്ലെങ്കിൽ എന്താണ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എൻഡ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് എക്സ്പെക്റ്റൻസിയിലായിരിക്കും. ലോജിക്ക് മനസ്സിലാക്കുക. സ്മോൾ പ്രോഫിറ്റ്സ് എടുക്കുന്ന പരിപാടി നിർത്തുക. 1:2 റിസ്ക് റിവാർഡ് വെച്ച ആളാണെങ്കിൽ എന്ത് ചെയ്യുക, 1:2 അച്ചീവ് ആവുന്നത് വരെ നിൽക്കുക. അതിൻ്റെ ഇടയിൽ ഫിയർ വരും, പല കാര്യങ്ങളും വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ട്രേഡിംഗ് ഡിസിഷനെ പപ്പാടെ നശിപ്പിക്കുന്ന നെക്സ്റ്റ് ഒരു ഇമോഷനാണ് ഹോപ്പ് ആൻഡ് ഡൗട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹോപ്പ് റെഫേഴ്സ് ടു ദ ഇമോഷണൽ എക്സ്പെക്ടേഷൻ ദാറ്റ് ദ ലൂസിങ് ട്രേഡ് വിൽ ടേൺ അറൗണ്ട് ഓർ ദാറ്റ് വിൽ ദ മാർക്കറ്റ് വിൽ മൂവ് ഇൻ ട്രേഡേഴ്സ് ഫേവർ. എന്താണ്, നമ്മളുടെ ഒരു ഇമോഷനാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷനാണ്. മാർക്കറ്റ് നമ്മളുടെ എതിരെ പോയാലും മാർക്കറ്റ് നമ്മളുടെ ഓപ്പോസിറ്റ് പോയാൽ പോലും തിരിച്ച് നമ്മളുടെ ഫേവറിലേക്ക് വരും എന്നുള്ള ആ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ. ആ ഒരു എക്സ്പെക്റ്റേഷനിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു പൊസിഷനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് ഒരു ഹോപ്പ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഈവൻ വെൻ ദ എവിഡൻസ് സജസ്റ്റ് അതർവൈസ് ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് ബിക്കോസ് ഇറ്റ് ഓഫ്റ്റൻ ലീഡ് ടു പുവർ ഡിസിഷൻ മേക്കിംഗ്. എന്താണ്, ഈ ഹോപ്പ് കാരണം നമ്മളുടെ ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു പുവർ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. സച്ച് ഹോൾഡിങ് എ ലൂസിങ് പൊസിഷൻ ലോങ്ങർ ദാൻ നെസസറി. ഒരു ലൂസിങ് പൊസിഷൻ ആണെന്ന് അറിഞ്ഞിട്ടും ഒരു ഹോപ്പ്, ഇനി അത് അവിടെ നിന്ന് തിരിച്ച് കയറി വരും എന്നുള്ള ഒരു ഹോപ്പിൻ്റെ പുറകെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ലൂസിങ് പൊസിഷനെ നമ്മളുടെ ഹോൾഡ് ചെയ്യും. അതുപോലെ എന്താണ്, ഇഗ്നോറിങ് സിഗ്നൽ ടു എക്സിറ്റിംഗ് എ ട്രേഡ്. ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യാനുള്ള സിഗ്നൽസ് വന്നാൽ പോലും എന്ത് ചെയ്യും, നമ്മളത് ചെയ്യാതെ നമ്മൾ ആ ഒരു ഹോപ്പിൻ്റെ പിന്നാലെ പോകും. ഓക്കെ, ഓർ എൻറ്ററിങ് എ ട്രേഡ് ബേസ്ഡ് ഓൺ വിഷ്ഫുൾ തിങ്കിങ് റാദർ ദാൻ അനാലിസിസ്. അല്ലെങ്കിൽ എന്താണ്, ഒരു ഹോപ്പിൻ്റെ പുറത്ത് നമ്മൾ എൻട്രി എടുക്കുന്നവരല്ലേ. ഓക്കെ, നമ്മളുടെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ ട്രേഡ് എടുക്കുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. ഓക്കെ, ദ കോമൺ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോപ്പിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് ഇൻ ടു എ ലോസിങ് ട്രേഡ്. നമ്മളെന്ത് ചെയ്യും, ഒരു ലോസിങ് ആണെന്ന് അറിഞ്ഞിട്ടും കൊണ്ടും ആ ട്രേഡിൽ നമ്മളെന്ത് ചെയ്യും, ആ ട്രേഡിൽ നമ്മൾ എക്സിറ്റ് ചെയ്യാതെ, എക്സിറ്റ് സിഗ്നൽസ് വന്നാൽ പോലും നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കും. ട്രേഡേഴ്സ് മേ ഹോപ്പ് ദാറ്റ് ദ മാർക്കറ്റ് വിൽ റിവേഴ്സ് ആൻഡ് ടേൺ എ ലോസിങ് ട്രേഡ് ഇൻ ടു വിന്നർ. നമ്മൾ പലരും എന്താണ്, ലോസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ വെച്ച് തിരിച്ച് മാർക്കറ്റ് കയറി പ്രോഫിറ്റിലേക്ക് വരുന്ന എൻ്റെ ഒരു ഹോപ്പ്, എൻ്റെ ഒരു ആഗ്രഹം അതാണ്. അല്ലെങ്കിൽ എന്താണ്, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, ആ ഒരു രീതിയിൽ. ഓക്കെ, അവോയ്ഡിങ് സ്റ്റോപ്പ് ലോസ്. ചില ആളുകൾ എന്ത് ചെയ്യും, ഒരു ഹോപ്പിൻ്റെ ബേസിൽ സ്റ്റോപ്പ് ലോസ് പോലും വെക്കാത്ത ടീംസ് ഉണ്ട്.
സ്റ്റോപ്പ് ലോസ് എന്താണ് ഒരു 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 എന്താണ് ഒരു ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന ടീംസ് ഉണ്ട്. മനസ്സിലാക്കുക, സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു 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 സാധനമാണ് ഈ സ്റ്റോപ്പ് ലോസ്. ദയവ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെക്കാതിരിക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ ഓവർ എസ്റ്റിമേറ്റ് പൊട്ടൻഷ്യൽ പ്രോഫിറ്റ്സ്. ഓക്കെ, ഓവർ എസ്റ്റിമേറ്റ് പൊട്ടൻഷ്യൽ പ്രോഫിറ്റിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക. ഹോപ്പ് ക്യാൻ ലീഡ് ടു സെറ്റിംഗ് അൺറിയലിസ്റ്റിക് ടാർഗറ്റ്സ് ഓർ ഓവർ എസ്റ്റിമേറ്റിംഗ് ഹൗ മച്ച് ട്രേഡ്സ് വിൽ yield. എന്താണ് നമ്മളുടെ റിയലിസ്റ്റിക് വ്യൂവിനെ ഹോപ്പ് വരുന്നത് കൊണ്ട് തന്നെ എന്താണ് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡിലേക്കായിരിക്കും നമ്മളുടെ മൈൻഡ് പോകുന്നത്. അതുപോലെ ഇഗ്നോറിങ് ഡാറ്റ എന്ന് പറയുന്നത് ഈ ഒരു ഹോപ്പ് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പലരും പല പല അനാലിസിസും മൂവായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊന്നും നോക്കാതെ എന്ത് ചെയ്യും, ആ ഡാറ്റാസിനെയൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് ആ ഹോപ്പിൻ്റെ പിന്നാലെ നമ്മൾ പോകും. ഓക്കെ, ഇപ്പോൾ ഹോപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. നമുക്ക് അതിൻ്റെ ചാർട്ട് എക്സാമ്പിൾ വെച്ച് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് പോലെയാണ് നോക്കുക. ഞാൻ ഇവിടെ നിന്ന് ഒരു എൻട്രി പ്ലാൻ ഇനീഷ്യേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു എൻട്രി പ്ലാൻ ഇനീഷ്യേറ്റ് ചെയ്യുകയാണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സ്വിംഗ് ലോൻ്റെ താഴെയായിട്ട്. ഓക്കെ, ഈ ഒരു സ്വിംഗ് ലോൻ്റെ താഴെയായിട്ട് ഞാൻ എസ് എൽ വെക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വ്യൂ എന്ന് പറയുന്നത് മുകളിലേക്കാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു, ഇതിൻ്റെ താഴെ ഒരു എസ് എൽ. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈസ് താഴേക്ക് വരികയാണ്. ഓക്കെ, ഞാൻ എൻട്രി എടുത്തതിന് മുകളിലേക്ക് ഒരൊറ്റ ക്യാൻഡിൽ പോലും പോവാതെ ഞാൻ എൻട്രി എടുത്ത ഇവിടെയാണ്, എൻ്റെ എസ് എൽ ഇവിടെയാണ്. ഓക്കെ, ഞാൻ എന്താണ് ഒരു സ്റ്റോക്കിലാണ് എടുത്തത്. എന്താണ് പ്രൈസ് താഴേക്ക് വരുന്നത് കാണുന്ന സമയത്ത് എന്താണ് താഴേക്ക് വരുന്ന സമയത്ത് തന്നെ എന്താണ് ഞാൻ എന്ത് ചെയ്തു, ഒരു ന്യൂ സ്റ്റോപ്പ് ലോസ് താഴേക്ക് ഇട്ട് കൊടുത്തു. ആദ്യം ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഇവിടെയായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ലോസ് ഒന്ന് ഇറക്കി താഴേക്ക്. ഓക്കെ, പ്രൈസിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാനൊന്ന് താഴേക്ക് ഇറക്കി. ഓക്കെ, അതിനുശേഷം നോക്കുകയാണെങ്കിൽ പ്രൈസ് തിരിച്ച് മാർക്കറ്റ് മുകളിൽ പോയി. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്, ഞാനൊരു എൻട്രി എടുത്തു. അതിനുശേഷം ഞാൻ ഈ ഒരു ലോൺ എനിക്ക് എവിടെയൊക്കെ എസ് എൽ വെക്കാം, ഈ ഒരു ലോണിൻ്റെ താഴെ വെക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു ലോണിൻ്റെ താഴെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു. എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷാണ്. ഓക്കെ, ഞാൻ എൻട്രി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ ക്യാൻഡിൽ പോലും മുകളിലേക്ക് പോകാതെ പ്രൈസ് കമ്പാരിറ്റീവ്ലി താഴേക്ക് തന്നെ വരിക പ്രൈസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഹോപ്പിൻ്റെ ബേസിൽ എന്ത് ചെയ്തു, ഓക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അല്ലേ, നമുക്കൊന്ന് സ്റ്റോപ്പ് ലോസ് താഴേക്ക് ഇറക്കി അങ്ങ് വെക്കാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്ത് ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചു. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ പ്രൈസ് തിരിച്ച് മാർക്കറ്റ് മുകളിൽ പോയി. അപ്പോൾ ഞാനൊരു ആക്ഷൻ അവിടെ ചെയ്തു. ഞാൻ എന്താ ആക്ഷൻ ആ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എടുത്ത് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു. ഓക്കെ, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാനൊന്ന് ഇറക്കി താഴേക്ക് വെച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് വന്ന എക്സ്പീരിയൻസ് പറഞ്ഞത് എൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഇറക്കി താഴേക്ക് വെച്ചൊരു ന്യൂ സ്റ്റോപ്പ് ലോസ് ആക്കി അത് മാറ്റി. ഓക്കെ, എനിക്ക് വന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ന്യൂ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ നെക്സ്റ്റ് ട്രേഡിങ് വരുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഹോപ്പ് ഉണ്ട്. കാരണം ഞാൻ വെച്ച ആ സ്റ്റോപ്പ് ലോസ് താഴേക്ക് ഇറക്കി വെച്ചപ്പോൾ ഓക്കെ പഴയ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ ഞാൻ താഴേക്ക് ഇറക്കി വെച്ചുകൊണ്ടാണ് അത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയതുള്ളൊരു ഹോപ്പ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് ടാപ്പായി. ഞാൻ അവിടെ നിന്ന് എൻട്രി എടുത്തു. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുത്തു. ഇതിൻ്റെ താഴെ ഞാൻ എസ് എൽ വെച്ചു. ഓക്കെ, പ്രൈസ് ഒന്ന് താഴേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഒന്ന് പ്രൈസ് അങ്ങ് താഴേക്ക് കൊടുത്തു. കാരണം ഇവിടെ കുറേ നേരമായിട്ട് പ്രൈസ് ഒരു കൺസോൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു സോണിൻ്റെ താഴെയാണ് വെച്ചത്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ഒരു സ്വിംഗ് ലോൻ്റെ താഴെ, കാരണം ഇന്നലത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയായിരുന്നു. ഇത് ടാപ്പ് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. അതുപോലെ സംഭവിക്കുന്ന തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും വിശ്വാസം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്രൈസിനെ ഒരു ന്യൂ എസ് എൽ ഞാൻ താഴേക്ക് കൊടുത്തു. അതിനുശേഷം പ്രൈസ് വീണ്ടും ഒന്ന് ഈ ഒരു ഹിറ്റ് ചെയ്ത് താഴേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ എസ് എൽ എന്ത് ചെയ്തു, ഒന്നുകൂടി താഴേക്ക് ഇറക്കി കൊടുത്തു. ഓക്കെ, ഒന്നുകൂടി എന്ത് ചെയ്തു, താഴേക്ക് ഇറക്കി കൊടുത്തു. ഓക്കെ, ഇത് ഹിറ്റ് ചെയ്തിട്ടില്ല. ഇത് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, ഞാൻ എസ് എൽ ഒന്നുകൂടി താഴേക്ക് ഇറക്കി കൊടുത്തു. കാരണം എനിക്കൊരു ഹോപ്പ് ഉണ്ട്. കാരണം ആ ഒരു സ്ഥലത്ത് നിന്ന് പ്രൈസ് റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് താഴേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഓട്ടോമാറ്റിക്കലി കൺഫ്യൂസ് ആയി. ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഇത്ര ഇറക്കിയില്ലേ, അപ്പോൾ ഒന്നുകൂടി ഇറക്കാമെന്ന് വെച്ച് വീണ്ടും എസ് എൽ താഴേക്ക് ഇറക്കി. ആക്ച്വലി എന്ത് സംഭവിച്ചു, ആ എസ് എൽ കൂടി ഹിറ്റ് ചെയ്ത് പ്രൈസ് താഴേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ ആക്ച്വലി എന്താണ് സംഭവിച്ചത്, എനിക്ക് ഒരു 1 hour നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു 1:3 റിസ്ക് റിവാർഡിൽ ചെയ്യേണ്ട ഒരു ട്രേഡ് ആണെങ്കിൽ ഒരു 1 hour റിസ്ക് വരേണ്ടത്. ഓക്കെ, 1 hour റിസ്ക് അല്ലെങ്കിൽ ഒരു 500 രൂപയിൽ ഞാൻ റിസ്ക് ഒഴിവാക്കേണ്ട ഒരു ട്രേഡിനെ ഒരു ഹോപ്പ് എന്നുള്ള ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ് എന്ന ഇമോഷൻ്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്തു,
ഒരു 4 hours ഞാൻ അങ്ങ് തീർത്തു. ഇപ്പം എന്താണ് ആക്ച്വലി എന്താണ് ഇതൊരു റിസ്ക് മാനേജ്മെൻറ്റുമായിട്ട് വരികയാണെങ്കിൽ എന്താണ് എത്രയാണ് 4:3 വരും. 4 ആണ് ഇവിടെ ആക്ച്വലി ഞാൻ റിസ്ക് വെച്ചത്, 3 എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. ഇതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഒരു 1 hour ഞാൻ തീർക്കേണ്ട എൻ്റെ ലോസിനെ ഞാൻ 4 hours തീർത്തു. 4 hours. കാരണം ഞാൻ എത്രത്തോളം പ്രോഫിറ്റ് എടുക്കണം എന്ന് വിചാരിച്ചോ അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ലോസ് എടുത്തു. എന്താണ് ഹോപ്പ്? പ്രീവിയസ് ട്രേഡിനെ ബേസ് ചെയ്തും കൊണ്ടാണ് ഞാൻ ട്രേഡ് എടുത്തത്. പ്രീവിയസ് ട്രേഡിൽ എനിക്കൊരു ഹോപ്പ് കിട്ടി. കാരണം ഞാൻ പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസ് ഒന്ന് താഴേക്ക് ഇറക്കി വെച്ച സമയത്ത് എന്താണ് ആ സ്റ്റോപ്പ് ലോസ് അടിക്കാതെ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയി. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നെക്സ്റ്റ് ട്രേഡ് എടുക്കുന്ന സമയത്ത് ആ ഒരു ആക്ഷനും ആ ഒരു എക്സ്പീരിയൻസും എൻ്റെ മനസ്സിലുണ്ട്. ഹോപ്പ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ആക്ടിവിറ്റി ഞാൻ ചെയ്തത്. 1 hour ഇറങ്ങേണ്ടത് ഞാൻ 4 hours ഇറങ്ങി. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിന്നിങ് ആൻഡ് ലൂസിങ് സ്ട്രീക്സ്. വിന്നിങ് ആൻഡ് ലൂസിങ് സ്ട്രീക്സ് എന്ന് പറഞ്ഞാൽ സ്ട്രീക്സ് പലർക്കും ഉണ്ടാവും. സ്ട്രീക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഘട്ടങ്ങളാണ്. ഓക്കെ, പ്രോഫിറ്റ് സ്ട്രീക്ക് ഉണ്ടാവാം, അതുപോലെ ലോസിങ് സ്ട്രീക്സ് ഉണ്ടാവാം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രാഫിൽ 0 to 100 ട്രേഡ്സ്, നമ്മളൊരു 0 to 100 ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു ട്രേഡ്സ് എന്താണ്? ഒരു പ്രോഫിറ്റ് സ്ട്രീക്ക് ഉണ്ടാവും, ഒരു ലോസിങ് സ്ട്രീക്ക് ഉണ്ടാവും. പ്രോഫിറ്റ് സ്ട്രീക്ക് ഉണ്ടാവും, ചിലപ്പോൾ ഒരു 2 ദിവസം ലൂസിങ് സ്ട്രീക്ക് ഉണ്ടാവും. പ്രോഫിറ്റ് സ്ട്രീക്ക്, ലോസിങ് സ്ട്രീക്സ്. പ്രോഫിറ്റ് സ്ട്രീക്ക്, ഒരു ലൂസിങ് സ്ട്രീക്ക് ഉണ്ടാവും. പ്രോഫിറ്റ് ലോസിങ് സ്ട്രീക്ക്. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ഓവറോൾ പ്രോഫിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ആവണമെങ്കിൽ എന്താണ് ഓക്കെ, ഒരു ഓവറോൾ നമ്മളൊരു പ്രോഫിറ്റ് സെനാരിയോയിലാണ് മന്ത് എൻഡ് എത്തണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീക്കിലി നമ്മളെന്താണ് ഒരു വീക്കിലി എൻഡോ അല്ലെങ്കിൽ മന്ത്ലി എൻഡോ അല്ലെങ്കിൽ ക്വാർട്ടർലി എൻഡോ അല്ലെങ്കിൽ ഇയർ എൻഡോ നമ്മൾ പ്രോഫിറ്റിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്തായിരിക്കണം? നമ്മളുടെ പ്ലാൻ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം. ഓക്കെ, എന്താണ് 1:2 ലോ 1:3 ലോ നമ്മൾ ഇറങ്ങാനുള്ള ഒരു ട്രേഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 hour അല്ലെങ്കിൽ എന്താണ് 3 hour ആയിരിക്കണം. പകരം എന്താണ് നമ്മുടെ ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും പ്രോഫിറ്റിനേക്കാൾ കൂടാൻ പറ്റില്ല. ഒരു ട്രേഡ് എടുക്കുകയാണ് നിങ്ങളെങ്കിൽ എന്താണ് ഈ 1:2 റിവാർഡിൽ നമ്മൾ എടുക്കുന്ന ഒരു ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ 1 hourന്റെ മുകളിലേക്ക് പോകരുത്. 1 hourന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ കാര്യങ്ങളും തെറ്റി. അത് ആരും മനസ്സിലാക്കുന്നില്ല. 1 hour. അപ്പം എന്താണ് പ്രോഫിറ്റ് നമ്മൾ മാക്സിമൈസ് ചെയ്യുക, ലോസ് എപ്പോഴും നമ്മൾ മിനിമൈസ് ചെയ്യുക. ഓക്കെ, എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 1:3 കിട്ടേണ്ട ഒരു ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കൊരു 1:2ൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ഈവനിലേക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? 1:1. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1:2 എടുക്കുന്ന ഒരു റിസ്ക് റിവാർഡിൽ എടുക്കുന്നതിൽ ഒരു 1:1 ഒക്കെ സമയത്തൊന്നും നമ്മൾ ബ്രേക്ക് ഈവനിലേക്ക് കയറ്റി വെക്കരുത്. ഓക്കെ, ഒരു 1:3ൻ്റെ മുകളിലേക്ക് 1:4 അതിലേക്കൊക്കെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ സജസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കുക ഒരു വിന്നിങ് സ്ട്രീക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞ് നമ്മൾ SL വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രൈസ് മുകളിലേക്ക് പോയിട്ടൊരു കറക്ഷൻ വരും. പ്രൈസ് മുകളിലേക്ക് പോയിട്ടൊരു കറക്ഷൻ വരും. ഈ കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ലൂസിങ് സ്ട്രീക്ക് പോലെ തന്നെയാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. ഒരു നല്ലൊരു മൊമെൻറ്റം മാർക്കറ്റ് മുകളിലേക്ക് പോകണമെങ്കിൽ അതിന് ഹെൽത്തി ആയിട്ടൊരു കറക്ഷൻ വേണം. ഓക്കെ, ഒരു ആക്ഷനും ഒരു ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ ഉണ്ടാവും. അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പം എന്താണ് ഒരു വിന്നിങ്ങും ഒരു ലൂസിങ് സ്ട്രീക്കും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ആവറേജ് വിന്നിങ് എന്ന് പറയുന്നത് ആവറേജ് ലൂസിങ്ങിനേക്കാൾ കൂടുതലായിരിക്കണം. അല്ലാതെ ആവറേജ് ലൂസിങ് ആവറേജ് വിന്നിങ്ങിനേക്കാൾ കൂടുതലാവരുത്. ഓക്കെ, അപ്പം നമ്മൾ മാക്സിമം ലോസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളുടെ പ്ലാൻ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് പ്രകാരം എന്താണ് നമ്മളുടെ റിസ്ക്, അതിന് മുകളിലേക്ക് കൂടരുത്, അതിലേക്ക് താഴേക്ക് കുറയാം, അതിന് മുകളിലേക്ക് കൂടരുത്. 1:3 റിസ്ക് റിവാർഡ് വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 3 hour വരെ നമ്മൾ പ്രോഫിറ്റ് റണ്ണ് ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കണം. ഓക്കെ, ലോസ് എന്ന് പറയുന്നത് എന്താണ്? ലോസ് എന്ന് പറയുന്നത് 1 hourന്റെ മുകളിലേക്ക് കൂടാനും പറ്റില്ല. ഓക്കെ, ഇതാണ് ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്കൊരു കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻസി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസ്ക് റിവാർഡും വേണ്ട. നിങ്ങൾക്ക് ക്വിക്ക് പ്രോഫിറ്റ്സ് ചെയ്യാം. ഓക്കെ, ഒരു 1:2 വെച്ചതിൽ ഒരു 1:1 ആവുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാം. ഒരു 0.5 ആവുന്ന സമയത്ത് ഒരു 500 രൂപ ലോസ് വെച്ച ഒരാൾ ഒരു 600 രൂപ കാണുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് എടുത്തോ.
700 എടുക്കുമ്പോൾ പക്ഷെ എന്താ, നിങ്ങൾ ആ മാസം അല്ലെങ്കിൽ ആ ഒരു വീക്കിലി നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കില്ല. പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യാത്ത ഒരാൾ എന്താണ് നമ്മളുടെ ഒരു 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 എന്താ പറയുക, ഒരു വീക്ക്ലി മന്ത്ലി ഒരു ബേസിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ലോസിലായിരിക്കും. 100% നിങ്ങൾ ലോസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് പറയാനുള്ളത് എന്താണ്, കൺട്രോളിങ് ഇമോഷൻ ഇൻ ട്രേഡിംഗ് ഈസ് ദ കീ ടു മേക്ക് റാഷണൽ ഡിസിഷൻ ആൻഡ് ടു മെയിൻറ്റെയിനിങ് കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്. നമുക്ക് ഇമോഷൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനേ പറ്റൂ. അപ്പോൾ എന്താണ്, ഇവിടെ കുറച്ച് സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഇത്തരം സ്ട്രാറ്റജീസിൽ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ്, ഫസ്റ്റ് പറഞ്ഞാൽ ഫോളോ എ ട്രേഡിംഗ് പ്ലാൻ. നമുക്കെന്താണ്, ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പ്ലാൻ എന്തും ആയിക്കോട്ടെ, ICT ആയിക്കോട്ടെ, ഒന്നും ഒരു വില കുറച്ച് കാണണ്ട. നിങ്ങളുടെ പ്ലാൻ എന്താണ്, അത് നന്നായിട്ട് ആ പ്ലാനിൽ എന്ത് പറയുന്നു, ആ പ്ലാനിൽ എവിടെയാണ് എക്സിറ്റ്, എവിടെയാണ് ടാർഗറ്റ്, എവിടെയാണ് സ്റ്റോപ്പ് ലോസ്, അത് ഫോളോ ചെയ്യുക. ഓക്കെ, യൂസ് പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് പറയുകയാണെങ്കിൽ എന്താ, നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എത്രയാണോ ട്രേഡ് എടുക്കുന്നത്, നമ്മൾ ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കണം, പൊസിഷൻ സൈസിങ് എന്താണ്, നമ്മൾ എത്രത്തോളം ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കുന്നു, അതുപോലെ നമ്മളുടെ ഒരു ട്രേഡിന് നമ്മൾ എടുക്കുന്ന റിസ്ക് അത് നമ്മളുടെ ക്യാപിറ്റലിൻ്റെ 1% അല്ലെങ്കിൽ 2%, അതിൽ കൂടരുത്. ഒരു 1,00,000 റുപ്പീസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ, 1% എന്ന് പറയുമ്പോൾ 1000 രൂപ, 2% എന്ന് പറയുമ്പോൾ എത്രയാണ്, 2000 രൂപ. ഇതിന് മുകളിലേക്ക് ഒരു കാരണവശാലും ട്രേഡ് പോകരുത്. ചിലപ്പോൾ എന്താ, ഈ 1%, 2% എന്ന് പറയുന്ന കാരണം എന്താണ്, ചിലപ്പോൾ നമുക്ക് വോളറ്റൈൽ മാർക്കറ്റ് വരും. വോളറ്റൈൽ മാർക്കറ്റ് വരുന്ന സമയത്ത് എന്താണ്, നമുക്ക് ചിലപ്പോൾ നമ്മളുടെ റിസ്കിൽ ഒതുങ്ങിയെന്ന് വരില്ല. അപ്പം എന്താണ്, നമ്മൾ കുറച്ചുകൂടി കൂടുതൽ റിസ്ക് എടുക്കണം. അതാണ് ഈ 2%. ആക്ച്വലി എന്താണ്, ഒരു നോർമൽ മാർക്കറ്റ് കണ്ടീഷനിൽ 1%, ചില മാർക്കറ്റ് ഇവൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത്, മാർക്കറ്റ് വോളറ്റൈൽ വരുന്ന സമയത്ത് എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഒരു 2% നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ എടുക്കാം. അപ്പോൾ 1 or 2% മുകളിലേക്ക് റിസ്ക് ഒന്നും എടുക്കരുത് ദയവ് ചെയ്ത്. നെക്സ്റ്റ് എന്താണ്, ഫോക്കസ് ഓൺ ദ പ്രോസസ് നോട്ട് ദ ഔട്ട്കം. എന്താണ് നമ്മൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ PNL നോക്കിയിരിക്കാതെ അതിൻ്റെ ആ പ്രോസസ്സിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഔട്ട്കമ്മിനെ നോക്കരുത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, പേഷ്യൻസ് ആൻഡ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ എൻട്രി എവിടെയാണോ അവിടേക്ക് എത്താൻ വേണ്ടി പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. എൻട്രിയിലേക്ക് നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 കാര്യങ്ങളാണുള്ളത്, നമ്മൾ പ്രോഫിറ്റോ ലോസോ. ഓക്കെ, രണ്ടിലും ഏതെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്യാൻ വേണ്ടി പേഷ്യൻസോടെ ഡിസിപ്ലിനോടെ നമ്മൾ ഇരിക്കുക. അത് തന്നെ. നെക്സ്റ്റ് എന്താണ്, കീപ്പ് എ ട്രേഡിംഗ് ജേണൽ. നമുക്ക് ട്രേഡിംഗ് ടൈമിൽ നമുക്ക് എന്തൊക്കെ ഇമോഷൻസ് വരുന്നു അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ട്രേഡ് എടുത്തു, ഇതൊക്കെ ജേണൽ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ, ഇത് ജേണലിംഗ് എന്ന് പറയുന്നത് നോക്കുമ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഇറ്റ്സ് പവർഫുൾ. നിങ്ങൾ എന്താണ്, ഒരു 1 month നിങ്ങൾ കണ്ടിന്യൂസ്ലി ജേണൽ ചെയ്ത് നോക്കൂ. 1 monthന് ശേഷം നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒബ്വിയസ്ലി മനസ്സിലാവും നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന്. കാരണം എന്താ, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ കുറിച്ച് വെക്കുക. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒരു സെർട്ടൺ പീരീഡിൽ അതൊക്കെ എടുത്ത് വായിച്ച് നോക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ പണ്ട് പഠിച്ച പുസ്തകങ്ങളൊക്കെ പിന്നെ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് അവിടെ കാണിച്ചു കൂട്ടിയത് എന്നൊക്കെ മനസ്സിലാവല്ലോ. അതേ ടെക്നോളജി അല്ലെങ്കിൽ അതേ ലോജിക്ക് തന്നെയാണ് ഇതിനുള്ളത്. അടുത്തെന്താണ്, ലിമിറ്റ് എക്സ്പോഷർ ടു മാർക്കറ്റ് ന്യൂസ്. മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാർക്കറ്റ് ന്യൂസിനെ 100% ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ദയവ് ചെയ്ത് എന്താണ്, ഒരു ലിമിറ്റിൽ മാർക്കറ്റ് ന്യൂസ് കാണാം. മാർക്കറ്റ് ന്യൂസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെയിൻ സംഭവമാണിത്. ഇന്റർബാങ്ക് ന്യൂസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പർ 1 ടൂളാണ് ന്യൂസ് കേൾക്കരുത് എന്നല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് നോക്കുക. മോർ ഡിപ്പെൻഡഡ് ആവാതിരിക്കുക ന്യൂസിനെ. അതേപോലെ തന്നെ അക്സെപ്റ്റ് ലോസ് ആസ് പാർട്ട് ഓഫ് ട്രേഡിങ്. ലോസ് ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമാണെന്ന് അങ്ങ് വിചാരിക്കുക. ലോസ് വരണം. ഓക്കെ, ലോസ് വരുമ്പോൾ എന്താണ്, നമ്മുടെ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റിൽ കൂടരുത്, പ്രോഫിറ്റിന് കുറഞ്ഞേ ഇരിക്കേണ്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലുള്ളൂ നമ്മുടെ ആ ഒരു സെർട്ടൺ പീരീഡ് എത്തുന്ന സമയത്ത് നമുക്കൊരു കൺസിസ്റ്റൻസി കിട്ടും. നമ്മളൊരു പോസിറ്റീവ് എക്സ്പെക്റ്റൻസിയിൽ നമ്മളുടെ ട്രേഡ്സ്, നമ്മളുടെ ആ ഒരു പീരീഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ടേക്ക് ബ്രേക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഇമോഷൻ വരികയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു നമ്മളിപ്പോൾ ആ ഒരു ട്രേഡ് നോക്കിയിരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊന്നും റിലാക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നടന്നൊക്കെ വരിക. അടുത്തെന്താ, തിങ്ക് ലോജിക്കലി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കലി. ലോജിക്കലി തിങ്ക് ചെയ്യുക. കാരണം എന്താണ്, ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമോഷനൊക്കെ വരും. ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി ഇമോഷൻ വരും. ഓക്കെ, മനസ്സ് പറയും എക്സിറ്റ് ചെയ്യടാ പറയും എക്സിറ്റ് ചെയ്യരുത്.
സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റിയുടെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് എക്സിറ്റ് ചെയ്യരുത്. എന്താണ് നമ്മൾ 1:2 ആണെങ്കിൽ 1:2 പ്രോഫിറ്റോ ലോസോ ഏതെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിരുന്നാലേ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം ലോങ് ടേമിലേക്ക് നമുക്ക് സക്സസ് ആവാൻ പറ്റൂ. അപ്പോൾ എന്താണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പ്രോഫിറ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഗുഡ് പ്രോഫിറ്റും ബാഡ് പ്രോഫിറ്റും ഉണ്ട്, ലോസും അതുപോലെ തന്നെ ഗുഡ് ലോസും ബാഡ് ലോസും ഉണ്ട്. അപ്പോൾ പലരും ചോദിക്കും ലോസിൽ ഗുഡും ലോസും ഉണ്ടോയെന്നോ? ഉണ്ട്. എന്താണ് ഒരു ഗുഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ട്രേഡിലേക്ക് എൻട്രി ചെയ്ത് നമ്മളുടെ സ്ട്രാറ്റജി നമ്മളുടെ റിസ്ക് മാനേജ്മെൻറ്റ് എല്ലാം എടുത്തിട്ട് നമ്മളെന്താണ് ഒരു ഗുഡ് പ്രോഫിറ്റ് നമ്മളുടെ 1:3 നമ്മൾ കറക്റ്റ് 1:3 ഇറങ്ങുകയാണെങ്കിൽ അതാണ് ഗുഡ് പ്രോഫിറ്റ്. അല്ലാതെ നമ്മളൊരു 1:3 അല്ലെങ്കിൽ 1:2 നമ്മൾ എൻട്രി ചെയ്ത് നമ്മളൊരു 1:1 ആ ഫിയർ പ്രകാരം നമ്മൾ എക്സിറ്റ് ചെയ്താൽ നമ്മൾ ആ പ്രോഫിറ്റിലാണ്. പക്ഷെ അത് ഗുഡ് പ്രോഫിറ്റ് അല്ല, അത് ബാഡ് പ്രോഫിറ്റാണ്. കാരണം എന്താ, നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത പ്രോഫിറ്റിലല്ല നമ്മൾ ഇറങ്ങിയത്. നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് 500 രൂപ വെച്ചിട്ട് 1000 രൂപയിൽ ഇറങ്ങാനാണ് ഞാൻ പ്ലാൻ ചെയ്തതെങ്കിൽ 500 രൂപ എത്തുമ്പോൾ ഞാൻ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ അവിടെ കിട്ടുന്നത് 500 പ്രോഫിറ്റ്. പക്ഷെ ആ പ്രോഫിറ്റ് നല്ല പ്രോഫിറ്റില്ല, അതിൻ്റെ ഇരട്ടി നിങ്ങളെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, ബിക്കോസ് ഓഫ് യു ആർ ഹോൾഡിങ് എ ബാഡ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പം എന്താണ് ഗുഡ് ഓൾവേസ് കീപ്സ് ലോജിക്. എന്താണ് ഗുഡ് ഓൾവേസ് കീപ്പ് ലോജിക്. അതുപോലെ ലോസ് നോക്കുകയാണെങ്കിൽ ഗുഡ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ 1:2 എന്ന് പറഞ്ഞിട്ടുള്ള റിസ്ക് റിവാർഡ് വെച്ചൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ ട്രേഡിൽ നമ്മൾ എന്താണ് ഫിയർ ആവാതെ നമ്മളുടെ എക്സിറ്റ് പോയിന്റ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്തു എക്സിറ്റ് ചെയ്തു. അവിടെ നമുക്ക് വന്നത് ലോസാണ്, അത് ഗുഡ് ലോസാണ്. മാർക്കറ്റ് ആ ലോസിൻ്റെ ഇരട്ടി നമുക്ക് തരും. ബാഡ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രൈസ് പ്രസം താഴേക്ക് ഇറങ്ങുമ്പോൾ പേടിയായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തു. 500 രൂപ ലോസ് വെച്ചിട്ട് 1000 രൂപ ടേക്ക് ഔട്ട് ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ലോസ് ഒരു 250 വരുമ്പോൾ ഞാൻ 250 കട്ട് ചെയ്യും. അത് ലോസ് തന്നെയാണ്, അത് ബാഡ് ലോസ് ആണ്. ഓക്കെ, ഒരു ബാഡ് ലോസ് ആണ്. അപ്പോൾ എന്താണ് ലോജിക്കലി ചിന്തിക്കുക, സ്റ്റാറ്റിസ്റ്റിക്കലി ചിന്തിക്കുക. പ്രോഫിറ്റ് 2 തരത്തിലുണ്ട്, ഗുഡ് പ്രോഫിറ്റ്, ബാഡ് പ്രോഫിറ്റ്. നമ്മളുടെ പ്ലാൻ നമ്മളിപ്പോൾ ഇപ്പം നിങ്ങൾ ഈ ഒരു സ്ലൈഡിൽ കണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, ഇതിനെയാണ് നമ്മളെന്താണ് ഒരു പ്രോപ്പർ പ്ലാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് വരുന്ന പ്രോഫിറ്റിന് നമ്മൾ ഗുഡ് പ്രോഫിറ്റ് എന്നും, അങ്ങനെ നമുക്ക് ലോസും സംഭവിക്കാം. ലോസ് ഗുഡ് ലോസാണ്, ഗുഡ് ലോസ് എന്താണ്. അതുപോലെ എന്താണ് നമ്മൾ ഇതൊന്നും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാതെ നമ്മളെന്താണ് ഇമോഷൻ്റെ ബേസിൽ അല്ലെങ്കിൽ നമുക്ക് അപ്പം തോന്നുന്ന ആ ഒരു ഹോപ്പിൻ്റെ ബേസിലൊക്കെ ട്രേഡ് എടുത്ത് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബാഡ് പ്രോഫിറ്റ്. ഓക്കെ, 1:2 കിട്ടേണ്ട ഒരു ട്രേഡിനെ 1:1 എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ല പ്രോഫിറ്റ് അല്ല. അത് ലോജിക്കലി മനസ്സിലാക്കുക, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സലി മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ഒരുപാട് ഇമോഷൻസ് പറഞ്ഞു. ഫസ്റ്റത്തേത് ഗ്രീഡ് പറഞ്ഞു നമ്മൾ. അതുപോലെ തന്നെ രണ്ടാമത്തത് നമ്മൾ ഫിയർ പറഞ്ഞു. മൂന്നാമത്തത് നമ്മൾ ഹോപ്പ് പറഞ്ഞു. പിന്നുള്ളത് ഡൗട്ടിൻ്റെ കാര്യം പിന്നെ ഞാൻ എക്സ്ട്രാ മെയിനായിട്ടൊന്നും പറയുന്നില്ല. ഡൗട്ട് എന്ന് പറയുന്ന സമയത്ത് ഇതിലൊക്കെ ഡൗട്ട് ഇൻക്ലൂഡഡ് ആണ്. ഡൗട്ട് എന്ന് പറയുന്നത് ഡൗട്ട് വരുന്ന സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കും, ട്രേഡ് എടുക്കാതിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മേജറായിട്ട് നോക്കുന്നത് ഈ ഓരോ 3 കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊന്ന് റീക്യാപ്പ് പോലെ നമുക്കെല്ലാം ഒന്നുകൂടി ഓടിച്ച് നോക്കിയിട്ട് ഈ ഒരു സെഷന് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തൊട്ടിട്ട് നോക്കുകയാണെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി സീരീസ് എപ്പിസോഡ് 3 നമ്മൾ ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. നമുക്ക് മേജറായിട്ട് വരുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് ഗ്രീഡ്, ഹോപ്പ്, ഫിയർ, ഡൗട്ട്. ഓക്കെ, എല്ലാത്തിൻ്റെയും ഓരോ സിമ്പിളും ഞാനിവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഗ്രീഡ് എന്ന് പറയുന്നത് ഗ്രീഡ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഡിസയർ ഫോർ ക്വിക്ക് വെൽത്ത്, അതുപോലെ ഓവർ കോൺഫിഡൻസ്, മാർക്കറ്റ് എക്സൈറ്റ്മെൻറ്റ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ലാക്ക് ഓഫ് ട്രേഡിംഗ് പ്ലാൻ ഓർ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഗ്രീഡ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പല സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പം നമ്മളിപ്പോൾ ഒരു 500 രൂപ റിസ്ക് വെച്ചിട്ട് 1000 രൂപ പ്രോഫിറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതേ ട്രേഡ് ചെയ്ത ഒരാൾ 10 ലക്ഷമായിരിക്കും ചിലപ്പോൾ അയാളുടെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ 1 ലക്ഷമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ചെയ്തതും അയാൾ ചെയ്തതും ഒരേ മെത്തേഡാണ്. അവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ക്വാണ്ടിറ്റിയും അയാൾ എടുത്ത ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അല്ലാതെ അയാൾ നമ്മൾ ചിലപ്പോൾ 10 ലോട്ടിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക, അയാൾ 1000 ലോട്ടിലാണ് എടുത്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ മാജിക്കലി ചിന്തിക്കുന്ന സമയത്ത് നമ്മളുടെ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ അയാളുടെ പ്രോഫിറ്റ്. അപ്പോൾ അയാൾ ഒരുപാട് ഹോൾഡ് ചെയ്തു എന്നാണ് നിങ്ങളുടെ വിചാരം. അങ്ങനെയല്ല.
ഓക്കെ, അപ്പം എന്താണ് നമ്മളുടെ ഫസ്റ്റ് ഉള്ളത് ഗ്രീഡ്. ഗ്രീഡ് നമ്മൾ പറഞ്ഞു, നമ്മളൊരു നമ്മളൊരു ആൻറ്റിസിപ്പേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അവിടേക്ക് പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മൾ 1:2 ആണെങ്കിൽ അവിടെ വെച്ച് നിർത്തുക. നമ്മളുടെ നമ്മളുടെ പ്ലാൻ ഡിമാൻഡ് ചെയ്യുന്നത് 1:2 നിർത്താനാണെങ്കിൽ 1:2 നിർത്തുക. അതിനുശേഷം പ്രൈസ് എത്ര മാർക്കറ്റ് മുകളിലേക്ക് പോയാലോ അത് നിങ്ങളെ ബോദർ ചെയ്യിക്കരുത്. അവിടെ റിഗ്രറ്റ് തോന്നിക്കരുത്. ആ റിഗ്രറ്റ് തോന്നിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നെക്സ്റ്റ് നിങ്ങൾ എടുക്കുന്ന ട്രേഡിനെ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു റിഗ്രറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതിനുശേഷം നിങ്ങൾ നോക്കൂ, നല്ലൊരു എക്സിറ്റ്, നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എബോവ് 1:2 വന്നാൽ പോലും എന്താണ് നമ്മൾ എക്സിറ്റ് ചെയ്യാതെ അത് ഹോൾഡ് ചെയ്യും. അതെന്താണ് സ്റ്റോപ്പ് ലോസിലായിരിക്കും അവസാനിക്കുക. ഓക്കെ, അപ്പോൾ ഗ്രീഡ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക, അതേപോലെ ട്രേഡിംഗ് പ്ലാൻ യൂസ് ചെയ്യുക, ടേക്ക് റെഗുലർ പ്രോഫിറ്റ്സ് ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അതേപോലെ കൺസിസ്റ്റൻസിയിൽ ഫോക്കസ് ചെയ്യുക, അതുപോലെ ഇമോഷണൽ കൺട്രോൾ ചെയ്യുക. ഗ്രീഡ് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇത് ഗ്രീഡാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഗ്രീഡാണ്. എന്നെക്കൊണ്ട് എന്താണ് മാർക്കറ്റ് പോകുന്ന പോലെ എൻ്റെ കൂടെ പോകാൻ വേണ്ടി ശ്രമിപ്പിക്കും എൻ്റെ മനസ്സ്. ഞാൻ ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്യണം, കാരണം എന്താണ് എൻ്റെ പ്ലാൻ ഡിമാൻഡ് ചെയ്യുന്നത് ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്യൂ എന്നാണ്. അടുത്തതാണ് ലിമിറ്റ് എക്സ്പ്ലോഷർ. നമ്മളുടെ ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് 1:2 മുകളിലേക്ക് എടുക്കരുത്. അതേപോലെ ലോസ് വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ ഗുഡ് ലോസും ഉണ്ട്, ബാഡ് ലോസും ഉണ്ട്. നമ്മളുടെ പ്രോപ്പർ പ്ലാൻ പ്രകാരം നമുക്ക് ലോസ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് ഗുഡ് ലോസ് എന്ന് പറയാം. ആ ഗുഡ് ലോസിൻ്റെ 3 ഇരട്ടി നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും, മാർക്കറ്റ് തരും. ഓക്കെ, ലേൺ ടു അക്സെപ്റ്റ് ലോസസ്, അതാണ് പറഞ്ഞത്. അടുത്തെന്താണ്? കീപ്പ് എ ജേണൽ. നമ്മളുടെ ഇമോഷൻസ്, നമുക്ക് വരുന്ന ഇമോഷൻസ് ഒക്കെ നമ്മൾ എഴുതി വെക്കുക. ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കുക. എൻട്രി എടുത്തതിന് ശേഷം നമ്മളുടെ മാനസികാവസ്ഥ എഴുതി നോക്കുക. ഓക്കെ, അങ്ങനെ ഒരു 1 month ഒക്കെ എഴുതി നോക്കിയിട്ട് 1 monthന് ശേഷം ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കും. നമുക്ക് ചിരി വരും. നമുക്ക് എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നത് നമ്മൾ നോക്കും. നമ്മൾ പണ്ടത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 5ാം ക്ലാസ് 6ാം ക്ലാസ് ബുക്കൊക്കെ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം എടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ ബുക്ക്, +2 ബുക്കൊക്കെ നമ്മൾ ബുക്ക് വിൽക്കാത്ത ആളുകളുടെ കാര്യമാണ് പറയുന്നത്, വായിച്ച് നോക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ചിരി വരും. ചിലപ്പോൾ എന്താണ് നമ്മളുടെ ഓരോ മിസ്റ്റേക്ക് നമുക്കപ്പോൾ മനസ്സിലായോ. സെയിം ലോജിക്ക് തന്നെയാണ് കീപ്പ് എ ജേണൽ എന്ന് പറയുന്നത്. പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞ ഫിയർ വരുന്ന സമയത്ത് എന്താണ്? ഫിയർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ചെറിയൊരു പ്രോഫിറ്റിൽ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്ത് കളയും. ഓക്കെ, ഫിയർ പലതരത്തിലുണ്ട്. എന്തൊക്കെയാണ്? 4 തരത്തിലുള്ളത്. എന്താണ്? ഫിയർ ഓഫ് ലോസ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫിയർ ഓഫ് ബീയിങ് റോങ്, ഫിയർ ഓഫ് ഗിവിങ് ബാക്ക് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഫിയർ ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ ലോസ് ഉണ്ടാവുമോ എന്നുള്ള ഭയം. നിങ്ങൾ മനസ്സിലാക്കുക, ലോസ് വരും എന്നുള്ള ഭയത്തിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക, വേറെ എന്തെങ്കിലും പണിക്ക് പോവുക. ഓക്കെ, വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവുക. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ലോസ് ആകും, എനിക്ക് ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ദയവ് ചെയ്ത് നിർത്തുക, പോവുക. ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാനുള്ള വഴി. നെക്സ്റ്റ് എന്താണ്? ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് തന്നെ ചാടി കയറുക. ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ബ്രേക്ക് ചെയ്തൊരു ഇമ്പൾസീവ് മൂവിൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കയറി പോവുക. ഓക്കെ, ചില ആളുകൾ പറയും ഓക്കെ എന്നെ കയറ്റാതെ മാർക്കറ്റ് മുകളിലേക്ക് പോയിന്ന്. ഓക്കെ, ചിലപ്പോൾ എന്താ നിങ്ങളെ കയറ്റാതെ പോവും എന്ന് വെച്ച് ചാടി കയറല്ല. കറക്റ്റ് കൺഫോർമേഷനും കറക്റ്റ് അനാലിസും ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വന്നാലെടുക്കും, അല്ലെങ്കിൽ പോട്ടെ എന്ന് വെച്ചിക്കുക. ഓക്കെ, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരും. നെക്സ്റ്റ് എന്താണ്? ഫിയർ ഓഫ് ബീയിങ് റോങ്. എത്ര അനാലിസ് ചെയ്ത് പല ആളുകളും എന്താണ് പല രീതിയിൽ അനാലിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ട്രേഡ് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? അയ്യോ തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ഭയം. തെറ്റിപ്പോകുമെന്ന് ചിലപ്പോൾ എൻട്രി എടുത്ത് നോക്കിയിട്ടും കൂടി ഇല്ല, പക്ഷെ എന്താണ് മനസ്സിൽ പറയും ഓക്കെ ഇത് തെറ്റാനുള്ളതാണെന്ന്. നെക്സ്റ്റ് എന്താണ്? ഫിയർ ഓഫ് ഗിവിങ് ബാക്ക് പ്രോഫിറ്റ്. ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്? അതിനെ സെക്യൂർ ചെയ്യുക. വലിയൊരു മണ്ടത്തനാണത്. സെക്യൂർ ചെയ്യുക. നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൈസ് താഴേക്ക് വരും, മുകളിലേക്ക് വരും, താഴേക്ക് വരും, മുകളിലേക്ക് വരും. അപ്പോൾ അതിന് ശേഷമായിരിക്കും പെട്ടെന്ന് ഒരു ബ്രേക്ക് പെട്ടെന്നൊരു ഇമ്പൾസീവ് മൂവ് മാർക്കറ്റ് തരിക. അപ്പോൾ എന്ത് ചെയ്യും? ഒരു 1:3, 1:4 ഒക്കെ വെക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു 1:2 വെക്കുന്ന ഒരാൾ 1:1 എത്തുന്ന സമയത്ത് പ്രോഫിറ്റ് എടുത്ത് നേരെ കയറ്റി 1:1 കയറ്റി വെക്കും. അല്ലെങ്കിൽ പ്രോഫിറ്റ് നേരെ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ SL എടുത്ത് നേരെ എന്ത് ചെയ്യും? ബ്രേക്ക് ഈവനിലേക്ക് കൊണ്ടുപോയി വെക്കും. അതെന്താണ്? ആ പ്രോഫിറ്റ് ഇനി ആ മാർക്കറ്റിന് കൊടുക്കില്ല എന്നുള്ള ആ ഒരു തെറ്റായിട്ടുള്ള ഒരു ഫിയറാണത്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ നമ്മൾ ഫിയറിനെ കുറിച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. എന്താണ്? നമ്മൾ ചെറിയ നമ്മൾ 1:3 ആയാലും 1:2 ആയാലും ഒക്കെ എന്താണ് നമ്മൾ ചെറിയ പ്രോഫിറ്റ്സിൽ നമ്മൾ ഇറങ്ങും. ഓക്കെ, ഇത് പക്ഷെ എന്താണ് ഇതിൻ്റെ ഡേഞ്ചറസ് എന്ന് പറയുന്നത്? എന്താണ്? നമുക്ക് അവസാനത്തേക്കാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 9 ട്രേഡ് എടുത്തതിൽ 6 ട്രേഡ് വിന്ന്, 3 ട്രേഡ് ലോസ്. നമ്മളൊരാളോട് പറയുകയാണെങ്കിൽ എന്താണ്? നമ്മൾ 9 ട്രേഡ് എടുത്തു, എനിക്ക് ഈ ഒരു വീക്ക് 9 ട്രേഡ് ഉണ്ടായിരുന്നു, 9ൽ 6 പക്ഷെ ആൾ കേൾക്കുന്ന ആളെന്താ? ഓക്കെ 9ൽ 6 വിന്ന്, 3 ലോസ്. അപ്പോൾ അയാൾ പ്രോഫിറ്റിലായിരിക്കും. പക്ഷെ റിയാലിറ്റിയിലേക്ക് നോക്കണം എന്താ? നിങ്ങൾ 6 വിന്ന് എടുത്ത സമയത്ത് എന്താണ് നിങ്ങളുടെ വിന്നിങ് എന്ന് പറയുന്നത്? എന്താണ്?
ചെറിയ ചെറിയ വിന്നാ. നിങ്ങൾ ഭയങ്കര ഒരു പേടിത്തൂറിയാണ്. നിങ്ങളെന്താണ് ഒരു 1:3 അല്ലെങ്കിൽ 1:2 ഒക്കെ കിട്ടേണ്ടത് ചെറിയ ചെറിയ പ്രോഫിറ്റിൽ നിങ്ങൾ എൻഡ് ചെയ്തു. പക്ഷേ ലോസ് വന്ന സമയത്ത് എന്താണ്, അത് ലോസ് വന്ന സമയത്തൊക്കെ 1 hour ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ആവറേജ് വിന്നിംഗ് എന്ന് പറയുന്നത് ആവറേജ് ലൂസിങ്ങിന് സെയിം ആണ്, അല്ലെങ്കിൽ ആവറേജ് ലോസിങ്ങിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾ ആ ഒരു മന്ത് അല്ലെങ്കിൽ ആ ഒരു വീക്കൊക്കെ എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു നെഗറ്റീവ് എക്സ്പെക്റ്റൻസിയിലായിരിക്കും നിങ്ങൾ ഇറങ്ങുക. ഓക്കെ, എന്താണ് പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ്. നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ പ്രോപ്പറായിട്ട് 1:2 ബേസിലാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും, നിങ്ങൾ നല്ലൊരു പെർസെൻറ്റേജ് പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് പിന്നെ നമ്മൾ പറഞ്ഞത് ഹോപ്പാണ്. ഹോപ്പ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ഒരു കാര്യമാണ്. മാർക്കറ്റ് റിവേഴ്സ് ആയാലും എൻ്റെ ഡയറക്ഷനിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു തെറ്റായ ധാരണ, അത് ചിലപ്പം വരുമായിരിക്കാം. ലെക്ക് കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വന്നിരിക്കും, പക്ഷേ ലോങ് ടൈമിലേക്ക് ലെക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അവിടെ ഓൺലി സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹോപ്പ് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്താണ് പ്രീവിയസ്ലി നമുക്കൊരു എക്സ്പീരിയൻസ് വന്ന സ്ഥിതിക്ക് എന്താണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ താഴേക്കായിട്ട് ഇങ്ങനെ ഇറക്കും. ഒരു 1:1 ഒരു 1 hour തീർക്കേണ്ട റിസ്കിനെ നമ്മൾ 4 hour നിർത്തി ഒരു അവിടെയും റിഗ്രറ്റ് വരും. ഓക്കെ, എന്താണ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും റിഗ്രറ്റ് വരിക. അതിനുശേഷം എന്താണ് വിന്നിങ് സ്ട്രീക്കും ലൂസിങ് സ്ട്രീക്കും നമ്മളുടെ ഉണ്ട്. നമ്മൾ ലൈഫിലാണെങ്കിൽ എന്താ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും, അത് അക്സെപ്റ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതേപോലെ ട്രേഡിങ്ങിലും അതുപോലെ തന്നെയാണ്. നമ്മളൊരു എൻട്രി എടുത്ത് എക്സിറ്റ് വരുന്നതിൻ്റെ മുമ്പ് ഒരു ഒരു ഇമ്പൾഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കും പ്രൈസ് പോവുക. അതുപോലെ തന്നെ നമ്മളെന്താണ് ഒരു ലോങ്ങർ പീരീഡിലേക്ക് നോക്കുകയാണെങ്കിൽ, ഒരു 1 monthലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ചില ട്രേഡ് പ്രോഫിറ്റ് ആയിരിക്കും, ചില ട്രേഡ് ലോസ് ആയിരിക്കും. ചില ട്രേഡ് പ്രോഫിറ്റ് ആയിരിക്കും, ചിലപ്പോൾ കണ്ടിന്യൂസ്ലി ട്രേഡ് പ്രോഫിറ്റിലായിരിക്കും, ചിലപ്പോൾ കണ്ടിന്യൂസ്ലി കുറച്ച് കാലം ലോസിലായിരിക്കും. പക്ഷെ എന്താണ്, നമ്മളുടെ ആവറേജ് വിന്ന് എന്ന് പറയുന്നത് ആവറേജ് ലോസിനേക്കാൾ കൂടുതലായിരിക്കണം. അതെപ്പം കുറയുന്നോ അപ്പം നമ്മൾ എൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് എക്സ്പെക്റ്റൻസിയിലായിരിക്കും. ഓക്കെ, അതുപോലെ നമ്മൾ ചെയ്യേണ്ട കുറച്ചുപാടി കാര്യങ്ങൾ ഒരു ഗുഡ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു റാഷണൽ ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി പെർഫോമൻസിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഫോളോ ട്രേഡിംഗ് പ്ലാൻ വേണം, പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് വേണം, അതുപോലെ ഫോക്കസ് ഓൺ പ്രോസസ് ഓർ നോട്ട് ഔട്ട്കം. ഓക്കെ, പ്രോസസ്സിൽ വിശ്വസിക്കുക, ഔട്ട്കം നോക്കുക ചെയ്യരുത്. പല ആളുകളും ഈ ഔട്ട്കം നോക്കുമ്പോഴാണ്, നിങ്ങൾ മനസ്സിലാക്കുക, മണി എന്ന് പറയുന്നത് നമ്മളെ ഇമോഷനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ട്രേഡിങ്ങിൽ എന്താണ്, നമ്മൾ ആ ടെർമിനലിലേക്ക് നോക്കുന്ന സമയത്ത് ചിലപ്പം എന്താണ് മണിയുടെ ഫ്ലക്ച്വേഷൻസ് കാണുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓരോ ഇമോഷൻസ് വരും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പ്രാക്ടീസ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ പേഷ്യൻസ് ഡിസിപ്ലിൻ. ഓക്കെ, ഇത് പേഷ്യൻസ് ഡിസിപ്ലിൻ എന്ന് വായിച്ചാണ് ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ പേഷ്യൻസും കൊണ്ടുവരിക. അതുപോലെ കീപ്പ് എ ട്രേഡിംഗ് ജേണൽ. ഓക്കെ, ട്രേഡിംഗ് ജേണൽ നേരത്തെ പറഞ്ഞ പോലെ ലോജിക്കലി ട്രേഡിംഗ് ജേണൽസ് കീപ്പ് ചെയ്യുക. അതുപോലെ എന്താ ലിമിറ്റ് എക്സ്പ്ലോഷർ ടു മാർക്കറ്റ് ന്യൂസുകൾ കാണുന്നത് കുറയ്ക്കുക. ഓക്കെ, മാർക്കറ്റ് ന്യൂസുകൾ കാണണമെന്ന് കുറയ്ക്കുക. മേജറായിട്ടുള്ള മാർക്കറ്റ് ന്യൂസ് കാണണ്ടെന്നല്ല, എന്താണ് നമ്മൾ ആവശ്യമില്ലാത്തതിന് പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഒരു ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുന്ന ഒരാൾ, നിങ്ങൾ ആലോചിച്ചോക്കെ, ഇൻട്രാഡേ ട്രേഡാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു വ്യക്തികൾ ഇതുപോലെ പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് ഇതൊന്നും കൂടുതൽ അനാവശ്യമാണ് കാര്യങ്ങളാണ്. കൂടുതൽ ന്യൂസിനെ ബേസ് ചെയ്യാതിരിക്കുക. അതേപോലെ അക്സെപ്റ്റ് ലോസസ് പാർട്ട് ഓഫ് ദ ട്രേഡിങ്. ലോസ് എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിൻ്റെ പാർട്ടാണ്. അതുപോലെ ടേക്ക് ബ്രേക്സ്. ഈ ഇമോഷൻ നമ്മളുടെ മനസ്സിലേക്ക് വന്നു എന്ന് കണ്ടാൽ നേരെ പുറത്ത് പോവുക, ചായ കുടിക്കുക, അല്ലെങ്കിൽ നടന്നു വരിക, തിരിച്ചു വരിക. നെക്സ്റ്റ് എന്താണ് തിങ്ക് ലോജിക്കലി ലോജിക്കലി തിങ്ക് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്സലി ആക്ഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ പ്രോഫിറ്റ് സെനാരിയോയിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എക്സ്പെക്റ്റൻസിയിൽ എൻഡ് ചെയ്യാൻ പറ്റൂ. അതേപോലെ പ്രോഫിറ്റിൻ്റെ കാര്യം, ഗുഡ് പ്രോഫിറ്റ് ബാഡ് പ്രോഫിറ്റ് പറഞ്ഞു. എന്താണ് ഗുഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എന്ത് ഡിമാൻഡ് ചെയ്യുന്നു, നമ്മളുടെ അനാലിസിസ് പ്രകാരം പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴായിരിക്കും അവിടെ ഗുഡ് വരിക. ഓക്കെ, ഗുഡ് ഓൾവേസ് കീപ് ലോജിക്കൽ ആൻഡ് ബാഡ് ഓൾവേസ് ഓൺ ദ ബേസ്ഡ് ഓൺ ഇമോഷൻസ് മനസ്സിലാക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളെ കൺക്ലൂഷനിൽ പറയാനുള്ളൂ. അപ്പോൾ താങ്ക് യു.